എന്തുകൊണ്ട് കുട്ടികൾ വിദ്യാർത്ഥികളിലേക്ക് ഒരു അക്കാഡമിക് സമൂഹത്തിന് മുമ്പിലേക്ക് ഇപ്പോഴും CSA എൻലാർജ് ചെയ്യപ്പെട്ടിട്ടില്ല? ഞാനാണെങ്കിലും ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നത് 2012-ലാണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ഞാൻ വരുമ്പം എനിക്ക് ഈ CS-നെ കുറിച്ചിട്ട് ഒന്നും അറിയുന്നില്ല. ഐ സ്റ്റാർട്ടഡ് ടു ഡീവിയേറ്റ് ടു LLB. സോ ഹി ഇൻസ്ട്രക്റ്റഡ് മീ. ഇപ്പം അഡ്വക്കേസി താല്പര്യമുണ്ടെങ്കിലും ഈ പ്രൊഫഷണൽ കോഴ്സായിട്ട് നിങ്ങൾക്കൊരു എടുക്കാൻ പറ്റിയത് CS ആണ്. ഈ കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽ കോഴ്സിനാണ് ഒരു അറൗണ്ട് ഫീസും കുറവും, സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുന്നതും, ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ളൊരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി. അപ്പം സ്റ്റുഡൻസ് പറഞ്ഞു വരുന്നേ ഉള്ളൂ. അതായത് ഞങ്ങളുടെ കാലഘട്ടത്തിലൊന്നും അധികാർക്കും അറിയില്ല. ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അതിലെ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എൻ്റർപ്രണേഴ്സാണ്. ഈവൻ അവർക്ക് കുറച്ച് നിയമങ്ങളൊക്കെ അറിയാം, പക്ഷേ കളി ഒന്ന് മുറുകും എന്താകും, ചില ആൾക്കാർ എന്ത് ചെയ്യും, കരുതിക്കൂട്ടി ലോ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടാവും, ചില ആൾക്കാർ എന്താ പറയുക ലോൻ്റെ ലൂപ്പ് ഹോൾസ് എടുക്കാൻ നോക്കുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു അമ്പയർ റൂൾ ശരിക്കും അവിടെ വരുന്നത് എന്താണ്, ആ കളി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതേപോലെയാണത് ഒരു ബിസിനസ്സിൻ്റെ ഒരു അമ്പയർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ റഫറി എന്നുള്ള രീതിയിലുള്ള ഒരു ഡ്യൂട്ടിയാണിത് ഒരു ശരിക്കും CSRനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും ഇത്രയും നാളല്ല നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇതിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ സീരിയസ് ആയിട്ട് പഠിച്ചാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ വലിയ പഠിപ്പിസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, എഫേർട്ട് ഇടുക, അത്രേ ഉള്ളൂ. 2026 മാർച്ച് മാസമാണിത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പരീക്ഷാകാലം എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള ഒരു പരീക്ഷാകാലത്താണ് ICMSൻ്റെ ഒരു മറ്റൊരു പോഡ്കാസ്റ്റും കൂടെ നമ്മുടെ മുന്നിൽ വരുന്നത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന CS പ്രൊഫഷണൽസാണ്. ആ വാക്കിൽ CS എന്ന് ഞാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ എന്താണ് CS എന്നുള്ളത്, വിദ്യാഭ്യാസവും അനന്തരഫലമായിട്ട് നല്ലൊരു ജോലിയും കിട്ടുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഇവിടെ പ്രത്യേകിച്ച് കൊമേഴ്സ് മേഖലയിൽ CA, CMA എന്ന് കേൾക്കുമ്പോൾ തന്നെ CS കൂടെ ഉണ്ട്. കുറച്ച് പേര് മാത്രമാണ് അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കരുതുന്നത് എന്താണ് CS, കമ്പനി സെക്രട്ടറി, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റുഡൻഷിപ്പ് ജേണി, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊഫഷണൽ ജേണി എങ്ങനെയാണ് എന്നെല്ലാം ഡിസ്കസ് ചെയ്യാനാണ്. കേരളത്തിൽ 15 ലക്ഷത്തിന് ജോലി ചെയ്യുന്ന ഒരു CS-കാരനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുമോ? അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവരുടെ നിന്ന് അറിയാം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥികൾ എന്ന് പറയുന്നത് വളരെ വിശിഷ്ടരാണ്. 2013 മുതൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എന്നോടൊപ്പം CS ജോർജ് സാറുണ്ട്, CS ഡാനിഷ് സാറുണ്ട്, CS ഫസൽ സാറുണ്ട്, CS സിഞ്ചു മാം ഉണ്ട്. എല്ലാവർക്കും, എല്ലാ അതിഥികൾക്കും ICMSൻ്റെ ഒരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹിറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. CS എന്നുള്ളത് CA CMAയുടെ പോലെ എന്തുകൊണ്ട് പോപ്പുലാരിറ്റിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു ഡാനിഷ് സർ, എന്ത് തോന്നുന്നു? CS എന്നുള്ളത് ഒന്നാമത്തെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചും കൂടെ ഒരു അഡ്വർടൈസിങ് അങ്ങനത്തെ പരിപാടി ഇപ്പം ചെയ്യുന്നില്ല. അതായത് അറൗണ്ട് 2009-10 ആ ഒരു പീരീഡിലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇപ്പം സ്റ്റുഡൻസ് പറഞ്ഞു വരുന്നേ ഉള്ളൂ. അതായത് ഞങ്ങളുടെ കാലഘട്ടത്തിലൊന്നും അധികാർക്കും അറിയില്ല. അതായത് CS എന്ന് പറഞ്ഞാൽ ഇപ്പം ഓഫീസ് സെക്രട്ടറി ആണെന്നോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക സെക്രട്ടറി പോസ്റ്റ് ആണെന്നോ അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോഴാണ് പിന്നെയും അറിഞ്ഞു വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ജേണി, ഇതിലേക്കുള്ള ഒരു എൻട്രി കാര്യങ്ങളൊക്കെ? CS-ൻ്റെ എൻട്രി ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ഡിഗ്രി മേറ്റ്സ് ആണ്. 2009 ഞങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ എല്ലാവരും ആ പീരീഡിൽ MBA അങ്ങനെയുള്ളൊരു കോഴ്സുകളാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ആ MBAക്ക് ആ ടൈമിൽ ലക്ഷങ്ങളുണ്ട്, അത് ഫീസും കാര്യങ്ങളെല്ലാം ലക്ഷങ്ങളുണ്ട്. അപ്പം ഈ കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽ കോഴ്സിനാണ് ഒരു അറൗണ്ട് ഫീസും കുറവും, സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുന്നതും, എല്ലാവർക്കും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ളൊരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്തു. ഒരുമിച്ച് കോളേജിലൊക്കെ എല്ലാവരും ഒരുമിച്ച് അറൗണ്ട് ഒരു 10 പേരോളം ജോയിൻ ചെയ്തു. അതിൽ അറൗണ്ട് ഒരു 6-7 പേരോ പാസ്സായിട്ടുണ്ട്. എന്തോന്നു ജോർജ് സാർ, എന്തുകൊണ്ടായിരിക്കാം നമുക്കൊരു പക്ഷേ ഇപ്പോൾ CA എന്നിപ്പം അല്ലേ ഫസൽ സാറ്, CA എന്നുള്ളത് നമ്മൾ കേൾക്കുന്നുണ്ട് ത്രൂ ഔട്ട്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ പറയാം, CA എന്നുള്ളത് തുടക്കം മുതലേ CA തന്നെയായിരുന്നു.
ഇപ്പോൾ മേ ബി CMA എന്ന് പറഞ്ഞ മറ്റൊരു പ്രൊഫഷൻ, അത് ICWA ആയിരുന്നു. പിന്നെ അത് ഇടക്കാലത്ത് ചേഞ്ച് ചെയ്തപ്പോൾ CMA. നേരെ മറിച്ച് CMAയും തുടക്കം മുതൽ അതേ പേരായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കോൺസ്റ്റൻ്റ് ആയിരുന്നേ. പക്ഷേ CS തുടക്കം മുതൽ CS തന്നെ ആണ്. അല്ല, അതിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CSൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത് 1981-ലാണ്. ഗുഡ്. ഓക്കെ, CSൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, ഗ്രോ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതേ സമയത്ത് 1950s എന്തുണ്ട്, CA ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 വർഷത്തിൻ്റെ ഗ്യാപ്പാണ് അവിടെ വരുന്നത്. ആ 30 വർഷം എന്തുണ്ട്, ഓൾറെഡി ഇൻബിൽട്ട് ആണ് അതല്ല. അപ്പോൾ CSൻ്റെ ഒരു പ്രാധാന്യം കടന്നു വരുന്നത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ CS കോഴ്സിനെ പറ്റിയിട്ട് അറിയുന്ന സമയത്ത് ഇപ്പോൾ CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് കോഴ്സാണ്. CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് ഇയറിലുള്ളതാണ്. CMA എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കോഴ്സാണ്. CMA എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കോഴ്സ് എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സുകൾ ഇപ്പോൾ ധാരാളം ഉണ്ട് അതല്ല, പക്ഷേ കുറച്ച് കാലം മുന്നേ അതില്ലായിരുന്നു അതല്ല. അപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കൂടുന്ന സമയത്താണ് CMAക്ക് പ്രാധാന്യം വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഉള്ളതാണെങ്കിലും കറക്റ്റായിട്ടാണെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് കോഴ്സാണത് CA വരുന്നത്. CAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് കോഴ്സ്. കാരണം വെച്ചാൽ ഇപ്പം എന്താണ് ഗവർണൻസ് ആയി ബിസിനസ് കൂടി വരുന്നു എന്നുള്ളത്. CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ CMAക്കാർ വേണമതല്ല. അപ്പോൾ അത് ഫ്യൂച്ചർ കോഴ്സ് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ 3 ഇതിനെ ഇങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാതല്ല. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഏത് ഇതിനാണെങ്കിലും നോക്കുകയാണെങ്കിൽ ഒരു ഇപ്പോൾ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ജോർജിന് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇതല്ല. അല്ല, എനിക്ക് തോന്നി എനിക്കിപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് അല്ലേ സിഞ്ചു മാം, അതായത് CS എന്നുള്ളത് ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നത് ശരിക്കും അതായിരിക്കും ആ കുട്ടികളിലേക്ക് എത്താത്ത. അല്ലെങ്കിൽ നമ്മളെടുത്ത് 80s നമ്മുടേത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ ഈ കോഴ്സുകളൊക്കെ പോപ്പുലാരിറ്റിയിലേക്ക് എത്തിക്കുന്നത്. എന്ത് തോന്നുന്നു, വാട്ട്സ് യുവർ പോയിന്റ്? പോപ്പുലാരിറ്റി എത്തിക്കാത്ത മെയിൻലി സെറ്റ് പ്രൊമോഷൻ ഇല്ല എന്നുള്ളത്. പിന്നെ ഈ കോഴ്സിനെ പറ്റി ഇപ്പോൾ ഞാനാണെങ്കിലും ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നത് 2012-ലാണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ഞാൻ വരുമ്പം എനിക്ക് ഈ CS-നെ കുറിച്ചിട്ട് ഒന്നും അറിയുന്നില്ല. അപ്പം ഞാൻ ഇവരുടെ കൂടെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ PG MCOM ചെയ്തു. അങ്ങനെ ഞാൻ ടീച്ചിങ് പ്രൊഫഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയും, മിസ്റ്റർ ജോർജ് മാത്യു എപ്പോഴും എന്നെ വിളിച്ച് പറയും, ഞാൻ ഈ മൊഡ്യൂളിൽ പാസ്സായി, ഞാൻ ഈ സെക്ഷൻ പാസ്സായി. അന്ന് എനിക്ക് അവെയർഡ് അല്ല, പക്ഷെ ഞാൻ എന്താ ഇയാൾ പാസ്സായി, ഓക്കെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അപ്പം ഐ സ്റ്റാർട്ടഡ് ടു ഡീവിയേറ്റ് ടു LLB. സോ ഹി ഇൻസ്ട്രക്റ്റഡ് മീ. LLB-നേക്കാൾ ഇപ്പം അഡ്വക്കേസി താല്പര്യമുണ്ടെങ്കിലും കുറച്ചും കൂടിയും ഈ നമ്മൾക്ക് ഈ പ്രൊഫഷണൽ കോഴ്സായിട്ട് നിങ്ങൾക്കൊരു എടുക്കാൻ പറ്റിയത് CS ആണ്. ഡു CS. സോ ഐ ഡിഡ് CS. ആക്ച്വലി അങ്ങനെയാണ്, ഐ ഡിഡ് CS. ഫസലു ആൻഡ് ജോർജ് ആണ് മെയിൻലി എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ MCOM കഴിഞ്ഞതായതുകൊണ്ട് ഐ വാസ് ഹാവിങ് സർട്ടൺ എക്സംഷൻ ഇൻ സർട്ടൺ പേപ്പേഴ്സ്. അപ്പം ഞാൻ CS കോഴ്സ് എടുത്തു. എക്സിക്യൂട്ടീവ് ഫസ്റ്റ് ചാൻസിൽ പാസ് ചെയ്ത്. സ്റ്റിൽ ഞാൻ ടീച്ചിങ് ജോബിലായിരുന്നു. സോ എക്സിക്യൂട്ടീവ് പാസ്സായപ്പം ഐ ഡിസ്കണ്ടിന്യൂ ചെയ്തു ടീച്ചിങ് കോഴ്സ്. ഞാൻ CS ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തു. അങ്ങനെ അപ്പോഴും എനിക്ക് ഈ കോഴ്സിന് അപ്പം ഞാൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കോഴ്സിന് ഇത്ര ശതമാനത്തിൽ പാസിംഗ് ഉണ്ട്, നമ്മൾ മൊഡ്യൂൾ എത്ര ശതമാനത്തിനാണ് പാസിങ്, ഇതൊന്നും തന്നെ ഞാൻ അറിഞ്ഞിരുന്നില്ല. ആസ് യു സേ എല്ലാ പ്രൊഫഷനും സെയിം ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് എക്സാമിനേഷൻ എങ്കിലും ഈ കോഴ്സിനെ കുറിച്ചിട്ട് എനിക്കും വലുതായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഞാൻ 2016-ലാണ് കംപ്ലീറ്റ് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. 2016 കഴിഞ്ഞ് ഞാൻ പിന്നെ കുട്ടികളുടെ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് കാലിക്കറ്റിൽ ആരൊക്കെ കമ്പനി സെക്രട്ടറീസ് ആണ്, ആരൊക്കെയാണ് സ്റ്റുഡൻസ് എന്ന് നമുക്ക് മെയിനായിട്ട് അറിയാമായിരുന്നു. അപ്പം അറിയാം, കാരണം നമുക്ക് സ്റ്റുഡൻസ് ഫോറം ഉണ്ടായിരുന്നു, ദർ വാസ് എ കമ്മിറ്റി. അപ്പം പിന്നെ സ്റ്റുഡൻസ് വാസ് ഹാവിങ് എ കമ്പൽസറി ക്രെഡിറ്റ് അവർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, പ്രൊഫഷണൽ പ്രോഗ്രാം നമ്മൾ എഴുതണമെങ്കിൽ വി നീഡ് 24 hours of credit hours. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു 2010-ന് ശേഷമൊക്കെയാണ്, അല്ലെങ്കിൽ 2000-ന് ശേഷം ഒരു 5-10-നൊക്കെ ശേഷം കൂടുതൽ CS എന്നുള്ളത് പ്രൊമിനൻ്റ് ആയി. ഇനി ജോർജ് സാർ ഉണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇവരെല്ലാം ക്ലാസ്മേറ്റ്സും കൂടെയാണ്, CS ക്ലാസ്മേറ്റ്സ് എന്ന് പറയാൻ പറ്റും ഒരു പക്ഷേ. ജോർജ് സാർ പുള്ളിക്കാരന് അതിലൊരു വ്യൂ ഉണ്ടാവും. അല്ല, ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ആക്ച്വലി നമ്മൾ CS കുറച്ചും കൂടി ഒരു ടോപ്പ് ലെവൽ ജോബാണ്. അപ്പം ഇപ്പോഴാണ് കുറച്ചും കൂടി എല്ലാവരും എല്ലാ വർക്കുകളൊക്കെ എടുത്തു തുടങ്ങുന്നത്. നോർമലി പണ്ട് കുറച്ച് കമ്പനിയിലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു കമ്പനി കയറിയാൽ കമ്പനിയുടെ ടോപ്പ് പോസ്റ്റിലേക്കാണ് അവിടെ കയറുന്നത്. അപ്പം കുറച്ചുകൂടി പബ്ലിക്കിലേക്ക് അത്ര ഇതല്ലായിരുന്നു, ഇൻട്രാക്ട് ചെയ്യുന്ന വളരെ കുറവായിരുന്നു. അല്ല ഐ മീൻ അല്ല അപ്പം എന്താ വെച്ചാൽ പണ്ട് കാലത്ത് ഈ കമ്പനി തുടങ്ങിയവർക്കേ
ഒരു കമ്പനി സെക്രട്ടറിനെ അറിയുള്ളായിരുന്നു. ഇപ്പം കുറേ കൂടി ഡൈവേഴ്സ് ആയി. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു CS ഓഫീസിൽ പണ്ട് CS കമ്പനി ലോ വർക്ക് മാത്രമായിരുന്നു ചെയ്തെങ്കിൽ ഇപ്പോൾ GST, ഇൻകം ടാക്സ് അങ്ങനത്തെ പലതും ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി പബ്ലിക്കിലേക്ക് അറിയുന്നുണ്ട്. മറ്റേത് ആ കമ്പനി തുടങ്ങുന്നവർക്ക് മാത്രമേ അവിടെ അറിയുന്നുള്ളൂ എന്നുള്ളൊരു ഇഷ്യൂ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ CA അങ്ങനെയല്ല. കാരണം ഒരാൾക്കൊരു ഇൻകം ടാക്സോ അല്ലെങ്കിൽ ഒരു ഇത് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു CA അവിടെ ബന്ധപ്പെടുന്നുണ്ട്. ഓക്കെ, അതൊരു ഫിസിബിൾ ഫാക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ സൊസൈറ്റി ആയിട്ട് ലിങ്ക് ചെയ്യുന്നില്ല കൂടുതൽ, പക്ഷെ ഇപ്പൊ അതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി പ്രാക്ടീസിങ് ഫീൽഡിൽ വളരെ കുറവായിരുന്നു. മെയിൻലി എംപ്ലോയ്മെന്റ് മാത്രമായിരുന്നു ഫോക്കസിങ് ആൻഡ് ഓൾസോ പാസിംഗ് പെർസെൻറ്റേജ് 1%, 2% ഒക്കെ ആയിരുന്നു പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത് CS-ൽ. സ്റ്റിൽ കുറവാണ്, ബാക്കിയുള്ള പ്രൊഫഷണൽ കമ്പയർ വളരെ കുറവാണ്. ഇപ്പം 2014 നോക്കുകയാണെങ്കിൽ അറൗണ്ട് 40,000 ബിലോ ആയിരുന്നു കമ്പനി സെക്രട്ടറീസ് ഓൾ ഓവർ ഇന്ത്യ ഫ്രം 1980 തൊട്ട് നോക്കുകയാണെങ്കിൽ. അപ്പം പാസിംഗ് പെർസെൻറ്റേജ് കുറവായിരുന്നു, CS കുറവായിരുന്നു ആൻഡ് ഓൾസോ പാസ്സായ CS-കൾ വരെ മെയിൻലി എംപ്ലോയ്മെൻ്റ് ആണ് ചൂസ് ചെയ്യുന്നത്, പ്രാക്ടീസിങ്ങിലില്ല. അപ്പോൾ ഈ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറീസ് എന്ന കോൺസെപ്റ്റ് പിന്നെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന 2014 അതിനൊക്കെ ശേഷമാണ്. അതൊരു പോയിന്റ് ആണ്. ഇപ്പം അറൌണ്ട് 75,000 കമ്പനി സെക്രട്ടറീസ് ഉണ്ട് കറന്റ്. 75 അല്ല, ഇപ്പോൾ 80,000 ടച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു CA ഫേമുകൾക്കും CMA ഫേമുകൾക്കൊക്കെ ഇപ്പോൾ അവർ തന്നെ ഒരു മൈൽ സ്റ്റോണിനെ കാണുന്നില്ല തോന്നുന്നു. ലൈക്ക് 2030 ഇത്ര CA, അതിന്റെ ഒരു കുറവ് ICICIക്ക് ഉണ്ടോ? എന്താണ്? അല്ല, ICICI ഓൾറെഡി അങ്ങനെ തന്നെ ഒരു ഇതുണ്ട്, വിഷൻ ഉണ്ട്. പക്ഷേ ICICIന്റെ വിഷനിൽ കുറച്ചും കൂടിയും നമ്മൾ ഒരു സെഗ്മെന്റ് മാത്രമല്ലാതെ പല ഏരിയാസിലേക്കും കൂടി ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ICICIന്റെ ഒരു വ്യൂ. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഓഫീസിൽ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിലോ അല്ലാതെ ബാക്കി ഏരിയ സ്പെഷ്യലൈസ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഓക്കെ, അതിലേക്ക് പോകുമ്പോൾ ICSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ഈ ഒരു ബോർഡാണ് ശരിക്കും CS പ്രൊഫഷൻ നൽകുന്നത്. CS കോഴ്സിനെ നമ്മുടെ ഒരു പ്രൗഡ് ഫേം എന്ന് പറയുന്നത് ICSI എന്നുള്ളതാണ്. ആൻഡ് ഹൗ അബൌട്ട് ദാറ്റ്, അതിൻ്റെ ഒരു ഒറിജിൻ ആർക്കെങ്കിലും ഒക്കെ പിക്ക് ചെയ്യാവോ? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ലൈക്ക് 1980s-ലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുള്ളത് അല്ലേ? അല്ല, ആക്ട് പാസ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും ഫോം ചെയ്തിട്ട് ഏത് 81-ലാണ്. ശരിക്കും പറഞ്ഞാൽ ആക്ട് വരുന്നത് 1980-ലാണ്. അതല്ല, പിന്നെ 1981-ലാണ് എന്ത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നുള്ളത്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ മെമ്പേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാനാണെങ്കിലും ആ മെമ്പേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും. അതിൻ്റെ മുന്നൊക്കെ ഒരുപാട് കമ്പനി സെക്രട്ടറീസ് ഉണ്ട്, പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ തന്നെ കോഴ്സ് എടുക്കായിരുന്നു. റെഗുലേഷൻ ഇല്ലായിരുന്നു, ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് 1980 ആക്ട്. സോ ഫസ്റ്റ് ഒരു കണ്ടന്റ് എന്നുള്ളത് എന്തുകൊണ്ട് പോപ്പുലാരിറ്റി എന്നുള്ളതിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഒന്ന് 1980s മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് തിങ് എന്നുള്ളത് സൊസൈറ്റിയുമായിട്ട് നമ്മൾ ലിങ്ക്ഡ് ആയിരുന്നില്ല. ലൈക്ക് CA ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ഫയലിംഗ് ഇല്ല. ആൻഡ് ഓൾസോ മാം പറഞ്ഞൊരു പോയിന്റിലേക്ക് മീൻസ് അതായത് ലാസ്റ്റ് അതിൻ്റെ ഒരു സോഷ്യൽ പാർട്ടിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ പ്രാക്ടീസിങ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകമാണ്. പ്രാക്ടീസിങ്ങിലേക്ക് നമ്മൾ ഉണ്ടായിരുന്നില്ല. അതിൽ 3 പോയിന്റ് അതിൻ്റെ ഒരു പോയിന്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാക്ടീസിങ്ങിന് ഇമ്പോർട്ടൻസ് വരുന്നത് കമ്പനീസ് ആക്ട് 2013 ശേഷമാണ്. അതല്ല, അപ്പോൾ ആ കമ്പനീസ് ആക്ട് 2013 പിന്നെ SEBI ആക്ടിൽ ചേഞ്ചസ് വന്നതല്ല. കമ്പനീസ് ആക്ട് 2013 എന്ത് ചെയ്തു, KMP എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നു. KMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി സെക്രട്ടറി പാസ്സായ ഒരാൾക്ക് ഡയറക്റ്റ് ബോർഡ് ലെവൽ അഥവാ കീ മാനേജർ പേഴ്സണലാണ്. അപ്പോൾ MD അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ CFO പറയുന്ന അതേ പൊസിഷനിലാണ് ഒരു CS-നെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരു കോഴ്സിനും ഇല്ലാത്ത ഒരു പ്രിവിലേജാണ് അതുള്ളത്. കമ്പനീസ് ആക്ട് 2013 അത് ഭയങ്കര ഒരു ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ഓൺ 1st April 2014. 2013 ആക്ട് ഇംപ്ലിമെന്റ് ആവുന്നത് 1st April 2014 ആണ്. അപ്പം അതിനുശേഷമാണ് ഈ ആക്ടിലുള്ള പല കാര്യങ്ങളും ഇതിലേക്ക് വരുന്നത്. ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് മാൻഡേറ്ററി ആയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് വരുന്ന ഏക ഒരു ക്വാളിഫിക്കേഷൻ CS ആണ്. CFOയ്ക്ക് പോലും CA ആവണമെന്നോ അല്ലെങ്കിൽ CMA ആവണമെന്നൊന്നുമില്ല. പക്ഷെ CS എന്തായിരിക്കണം, നിർബന്ധമായിട്ടും ICICI ഒരു മെമ്പർ തന്നെ ആയിരിക്കണം. വേറെ ഒരു ഇതിനും അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. അതായത് കമ്പനിയിൽ 10 crore മുകളിലുള്ള കമ്പനികളിൽ നിർബന്ധമായിട്ടും KMP വേണം. KMP എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ MD, CEO, CFO, വോൾ ടൈം ഡയറക്ടറാണ് വരുന്നത്.
ഇതിലേതെങ്കിലും ഒന്ന് CAS അതിൽ CS-ന്റെ ഇതിൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ബാക്കി ഒരു ഇതിലും ക്വാളിഫിക്കേഷൻ അവിടെ വരുന്നത്. And also we will be shown as the company secretary in the signatory, അതായത് നമ്മൾ MCA-ൽ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് ആ കമ്പനീൻ്റെ കമ്പനി സെക്രട്ടറി ആരാന്നുള്ളത് കാണിക്കും. CA or അല്ല either അവർ ഈ മാനേജറിയൽ പൊസിഷനിൽ ആ പൊസിഷൻ റോളിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നുണ്ടോ? അതെ. yes. അതിലേക്ക് ഞാനൊരു പോയിന്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ബാക്കി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും അവിടെ സൈനിങ് അതോറിറ്റി ആയിട്ട് ആരാണ് വരുന്നത്? CS ആണ് വരുന്നത്. അപ്പോൾ അവർ മീറ്റിംഗ് ആണെങ്കിലും അവർ എല്ലാ കാര്യങ്ങൾക്കും CS അവിടെ പ്രാധാന്യം വരുന്നതല്ല. അപ്പോൾ അത്രയും ഒരു ടോപ്പ് ലെവലിലേക്കാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അയാൾ ഇപ്പോൾ CS ക്വാളിഫൈ ചെയ്യുന്നതോടെ എത്തുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പ്രാക്ടീസിൽ ഇമ്പോർട്ടൻസ് വന്നത് കമ്പനീസ് ആക്ട് 2013 ശേഷമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഒരുപാട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ടിൽ ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ കമ്പനീസ് ആക്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരുപാട് റെഗുലേറ്ററി ഫയലിങ്സ് ഉണ്ട്. അപ്പോൾ ആ ഫയലിങ്സിന് പുറമെ അതിൽ 2 രീതിയിലാണ് പെനാൽറ്റീസൊക്കെ വരിക. ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഫൈൻ. ഇപ്പോൾ ഉദാഹരണത്തിൽ ഫോം ഫയൽ ചെയ്യാൻ ഡിലേ ആയി കഴിഞ്ഞാൽ ഫൈൻസ് ഉണ്ട്, അഡീഷണൽ ഫീ കാര്യങ്ങളൊക്കെ വരും. അതല്ല ഇനി അതേപോലെ ഓരോ സെക്ഷനിൽ എന്തുണ്ട്, അത് ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സംഗതി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ടതല്ല. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആണ്. ഒരു ഫോം ഇന്ന ദിവസം കൊണ്ട് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ഫീ വരുമതല്ല. അപ്പോൾ ഈ ഫോം ഫയൽ ചെയ്ത് ആ ഡിഫോൾട്ട് വരുത്തിയല്ലോ. അപ്പോൾ ആ ഡിഫോൾട്ട് വരുത്തി കൊടുത്ത് എന്ത് ചെയ്യണം, ഗവൺമെൻറ് എന്ത് ചെയ്യണം, അഡ്ജൂഡിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, അതോ കോമ്പൗണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ അഡ്ജൂഡിക്കേഷൻ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ സ്വമേധയാ നമ്മൾ തെറ്റ് വരുത്തി അപ്പോൾ മാപ്പാക്കണം എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റാക്കി പോകുന്നത്. അതാണ് ശരിക്കും കോമ്പൗണ്ടിങ് എന്ന് വരുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള അതിൻ്റെ സ്കോപ്പ് കൂടി വരികയാണതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് കംപ്ലയിൻസിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അവിടെ എന്തുണ്ട്, കമ്പനി സെക്രട്ടറീസിൻ്റെ റോൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇനി വരാൻ പോകുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അഡ്ജൂഡിക്കേഷൻ ആണെങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടാണ്. ഇനി അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ റീസെൻറ്റ് അമെൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മാക്സിമം പെനാൽറ്റീസ് റെഡ്യൂസ് ചെയ്തു, മാക്സിമം ഇംപ്രിസൺമെൻ്റ് ആണ് കാര്യങ്ങളാണ് ഇത് എടുത്ത് ഒഴിവാക്കി. കാരണം എന്താണ്, അത് അവർക്ക് പ്രാക്ടിക്കലാക്കണം. പണ്ട് എന്തുണ്ട്, പെനാൽറ്റീസ് ഉണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് എല്ലാം എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തതല്ല. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അതിൻ്റെ സ്കോപ്പ് കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ CS-നൊരു എന്താ പറയുക, അവരെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നാണ് ഫയലിങ്സ് ആണ്. പക്ഷേ ആ ഫയലിങ്സ് മാറ്റിയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാനെത്താനുള്ള ഒരു ഏരിയയാണ് വരാൻ പോകുന്നത്. അതിലേക്ക് ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റ് മിത്ര എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. കോർപ്പറേറ്റ് മിത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആവണമെന്നില്ല, ഒരു CS ആവണം നിർബന്ധമില്ല. അല്ലാത്തവർക്ക് തന്നെ എന്ത് ചെയ്യുക, ഈ ഫയലിംഗ് ഏരിയയിലേക്കൊക്കെ കടന്നു വരാം. അതിനർത്ഥം എന്താണ്, നമ്മളൊക്കെ ഈ പ്രൊഫഷണൽ ആയിട്ടില്ല CA CMA CS ഒക്കെ ആണെങ്കിൽ എന്താണ് നെക്സ്റ്റ് ലെവലിലേക്ക് അഡ്ജുഡിക്കേഷൻ അങ്ങനത്തെ ഏരിയയിലേക്ക് എത്തണം എന്നാണ് എന്ത് നമ്മൾ ചെയ്യേണ്ടത് അതിന് മേലാണ്. അതാണ് യഥാർത്ഥ. ഇപ്പോൾ ഫസ്റ്റ് എന്താ പറയുക, LLB ചെയ്യാൻ പറഞ്ഞപ്പോൾ അതല്ല, CS ആണ് ശരിക്കും ചെയ്യേണ്ട അഡ്വക്കസി താല്പര്യം ഉണ്ടെങ്കിൽ. കാരണം വെച്ചാൽ അവിടെ സ്പെസിഫിക് ഒരു ഏരിയ അവിടെ ഉണ്ട്. ഇപ്പോൾ CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, കമ്പനി ലോ ആണ് പഠിക്കുന്നത്. കമ്പനി ലോ എന്താണ്, ഫുള്ളായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അവിടെ ഏരിയ എന്താണ്, കമ്പനി ലോയിൽ എന്ത് ചെയ്യാണ്, ഒരു ആൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ലെവലിൽ ഇത് ചെയ്യുകയാണെങ്കിൽ അത് CS-നെ പറ്റുള്ളൂ. അപ്പോൾ CS-ന് അവിടെ ചെയ്യാൻ പറ്റുന്ന ഏരിയ അവിടെയാണ് NCLT-ലാണ് കേസസ് കാര്യങ്ങൾ. NCLT എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയും. അപ്പോൾ NCLT-യിൽ കേസ് വാദിക്കേണ്ട അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ അവിടെ കമ്പനി സെക്രട്ടറിക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു വെച്ചാൽ തന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആടെ. ഇപ്പോൾ CS എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതിലേക്ക് നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് പലയിടത്തും സ്റ്റാറ്റസിൽ. അല്ല, നമ്മളെ CS-ന് തന്നെ ഒരുപാട് നമ്മൾ ക്രിക്കറ്റ് നടത്താറുണ്ട്. അവിടെ ക്രിക്കറ്റ് ലീഗ് നിങ്ങളാവും എന്നും നോക്കുക അല്ലേ? അല്ല, അങ്ങനെയല്ല, ഞങ്ങൾ ആദ്യമായിട്ട് അടിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കപ്പ് അടിച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ CS-ഉം ക്രിക്കറ്റും തമ്മിൽ എന്ത് ബന്ധം? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൂടി, എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ അമ്പയറിങ്ങിലാണെങ്കിൽ ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട് പാനൽ ഉണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഒരു CS-കാരൻ ക്രിക്കറ്റ് അമ്പയറിംഗിൽ ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, നമുക്ക് ഈസിയാണെന്നല്ല. പക്ഷെ അതല്ല, നമ്മൾ പഠിക്കുന്ന CS പഠിക്കുന്ന അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ലോ ഇരുന്ന് പഠിക്കണം. അവിടെ 42 സെക്ഷൻസ് ഉണ്ട്. MCC ലോസ് എന്ത് ചെയ്യണം, ഇരുന്ന് പഠിച്ചിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, അതിൻ്റെ കേസ് ലോ, ഓരോരോ കേസ് ലോ എന്ന് പറഞ്ഞാൽ ഓരോ കളികൾ നടന്ന ആ സംഗതികളുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അമ്പയറിങ് ഇത് കമ്പയർ ചെയ്യാൻ, ഇപ്പോൾ CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഉള്ള ഒരു സംഗതിയാണ്. ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അതിലെ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ബിസിനസ്, ഇപ്പോൾ എൻ്റർപ്രണേഴ്സാണ്, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം. അതേപോലെയാണ് പ്ലേയേഴ്സിന് എന്തുണ്ട്, കളിക്കാൻ അറിയാം. ഈവൻ അവർക്ക് കുറച്ച് നിയമങ്ങളൊക്കെ അറിയാം. പക്ഷേ കളി ഒന്ന് മുറുകും എന്താകും,
ഒരു ചില ആൾക്കാർ എന്ത് ചെയ്യും കരുതിക്കൂട്ടി ലോ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടാവും, ചില ആൾക്കാർ എന്താ പറയുക ലോൻ്റെ ലൂപ്പ് ഹോൾസ് എടുക്കാൻ നോക്കുന്നുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, അഗ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ അഗ്രഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് പെനാൽറ്റീസ് വരാം, അല്ലെങ്കിൽ പുറത്താക്കാതല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഒരു അമ്പയറുടെ റൂൾ ശരിക്കും അവിടെ വരുന്നത് എന്താണ്, ആ കളി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അമ്പയർ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കുന്നത് വെച്ചാൽ പ്ലേയേഴ്സ് ആർ ദ കിങ്, പ്ലേയേഴ്സ് എന്താണ് കിങ് ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് കഴിഞ്ഞാൽ പ്ലേയേഴ്സിനെ അതിക്രമില്ല, പ്ലേയേഴ്സിനെ ഗൈഡ് ചെയ്യണം പ്രോപ്പറായിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരാൾ തെറ്റ് വരുത്താൻ പോവുകയാണെങ്കിൽ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ എന്ത് പറയണം, ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൈഡ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓവർ എറിയുന്ന സമയത്ത് സൈഡ് പറയൽ നിർബന്ധമില്ല. അത് അമ്പയറുടെ ഡ്യൂട്ടിയാണ് എന്ത് ഏത് സൈഡിൽ നിന്നാണ് എറിയുന്നത്. ഇനി അയാൾ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററോട് പറയണം ഇന്ന സൈഡിൽ നിന്നാണ് എറിയുന്നത്, അയാൾ എറൗണ്ട് ദി വിക്കാണ്, റൈറ്റ് ഹാൻഡ് ബോളറാണ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻഫോം ചെയ്യണം. അമ്പയറുടെ ഡ്യൂട്ടിയാണ് ഫസ്റ്റ് പറയൽ. അപ്പോൾ അതേപോലെ തന്നെ ഒരു കളി പ്രോപ്പറായി കൊണ്ട് നടക്കുന്നത് ശരിക്കും അമ്പയറാണ്. പക്ഷെ അവിടെ ശരിക്കും കളിക്കുന്ന ആരാണ്, പ്ലേയേഴ്സാണ്. അതേപോലെയാണത് ഒരു ബിസിനസ്സിൻ്റെ ഒരു അമ്പയർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ റെഫറി എന്നുള്ള രീതിയിലുള്ള ഒരു ഡ്യൂട്ടിയാണിത് ഒരു ശരിക്കും CSRനുള്ളത്. ഓക്കെ, നമ്മളെ നാട്ടിൽ അപ്പോൾ കണ്ടം ക്രിക്കറ്റ് പോലെയാണ് ഇവിടെ ബിസിനസ് നടക്കുന്നത്. അത് കറക്റ്റ് പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ശരിക്കും നമ്മൾ നാട്ടിൽ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സമയത്ത് അമ്പയർസിന്റെ ആവശ്യമില്ല. അതാണ് പക്ഷെ അവിടെ ആവശ്യമില്ല, ഇവിടെ ബിസിനസ് ചെയ്യാന്നുള്ളിടത്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ. ഇനി വേറെയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ കേരളോത്സവം ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടല്ലോ, ഇപ്പോൾ അമ്പയർസിന് വെക്കൽ തുടങ്ങി. കാരണം എന്താ, പൊരിഞ്ഞടിയായിരിക്കും ഈ അടി. അപ്പോൾ അതന്നെ ബിസിനസ്സിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ കളിനെ മുന്നോട്ട് പോകില്ല. അതേപോലെയാണ് ബിസിനസ് മുന്നോട്ട് പോകാത്ത അവസ്ഥ വരുമ്പോൾ ഇപ്പൊ കുറേയും കൂടെ ആളുകൾ ഇപ്പൊ ചെറിയൊരു ഫേം രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും ലോ സൈഡ് നന്നായി നോക്കും. അതെ. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സ് തമ്മിൽ അടിയാവും, പാർട്ട്നേഴ്സ് തമ്മിൽ അടിയാവും. അപ്പോൾ നാളെ എന്താ വെച്ചാൽ ഇവരെന്ത് ചെയ്യും, പറയും നിങ്ങൾ ഡോക്യുമെന്റ്സ് പക്കയായിരിക്കണം, അഥവാ തറയിടുന്നത് പക്കയായിരിക്കണം. അത് ഏതാണ് ബേസ് എന്നുള്ളത് കറക്റ്റാക്കിയാൽ മാത്രമേ തരുള്ളൂ. ഒരു ബിസിനസ്സിൻ്റെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ അവർ രൂപപ്പെടുത്തുന്നത് മുതൽ ഒരു CS-കാരൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു CS ഒരു പ്രൊഫഷണൽ അവിടെ മുതൽ ഒരു ബിസിനസ്സിനെ കൊണ്ടു നടക്കേണ്ട ആളാണല്ലേ. ഓക്കെ, സോ നമുക്ക് മറ്റൊരു ഏരിയയിലേക്ക് പോകാം. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ ജോർജ് സാർ പറഞ്ഞു നമ്മൾ ഭയങ്കര സംഭവമാണ് CS, ബട്ട് ഇതിപ്പോഴും ആളുകൾക്ക് അറിയില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ നെക്സ്റ്റ് ഇവരെന്തിലേക്ക് പോകണം എന്നുള്ളതാണ്. 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയുടെ രക്ഷിതാവിന് ഭയങ്കര ആദ്യമാണ് ഏത് പ്രൊഫഷനിൽ പോയാലാണ് നല്ല രൂപത്തിൽ ഗ്രോത്ത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നന്നായിട്ട് ലെവലിൽ തിളങ്ങാൻ പറ്റുക. സ്റ്റാറ്റസ് ഒക്കെയാണ് ഇപ്പോൾ പരമപ്രധാനം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് കുട്ടികൾ വിദ്യാർത്ഥികളിലേക്ക് ഒരു അക്കാഡമിക് സമൂഹത്തിന് മുമ്പിലേക്ക് ഇപ്പോഴും CS എൻലാർജ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് എന്താ തോന്നുന്നത്? എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത് അറിയാതെ പോകുന്നത്? ആക്ച്വലി നമ്മുടെ CS ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇറക്കുക എന്നുള്ളത് ക്വാണ്ടിറ്റിയിൽ അവർ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ കുട്ടികളാണെങ്കിലും ഇത് അറിഞ്ഞ് വന്നിട്ട് സീരിയസ് ആയിട്ട് ഇത് എടുത്താലേ കാര്യമുള്ളൂ. അപ്പോൾ വെറുതെ വന്ന് ജോയിൻ ചെയ്തിട്ട് സീരിയസ് ആയിട്ട് ഇത് പഠിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയൊരു കാര്യം വരുന്നില്ല. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം ഇതിൻ്റെ പോപ്പുലാരിറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള കുറച്ച് മിസ്കൺസെപ്റ്റുകളുണ്ട്, അല്ലെ, മിത്തുകളുണ്ട്. അതാണ് ഇതിനെ കുറച്ച് ഡീപ്രമോട്ട്. അതിലിപ്പോൾ ഒരു മിത്തല്ല ഒന്നാണെന്ന് വെച്ചാൽ ലേഡീസിന് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ്, ഒരു പോപ്പുലർ മിത്താണ്. പിന്നെ ഇതൊരു തിയറി മാത്രമാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ തിയറി അങ്ങനെ ഒരുപാട് മിത്തുകളുണ്ട്. ലേഡീസിന് പറ്റാത്തതാന്ന് പറയുന്നത് അങ്ങനെയുണ്ട്. അല്ല, ഇതില് എനിക്കൊന്ന് സെക്രട്ടേറിയൽ എന്നുള്ള പദം ആ ഒരു വാക്കിന് പലതരത്തില് ഇല്ലേ, വ്യൂ എന്താ? അതുണ്ട്. മീൻസ് ഇപ്പം കമ്പനി സെക്രട്ടറി കോഴ്സ് CS എന്ന് ചുരുക്കി വിളിക്കുമ്പോൾ പലരും ചോദിക്കും, പണ്ട് മുതലേ കേട്ട് വരുന്ന CS കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പം നമ്മൾ CS പഠിക്കാമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും കമ്പ്യൂട്ടർ. ഇപ്പം ഇതൊക്കെ CS പഠിക്കുന്ന കുട്ടിക്ക് ഒരു നെഗറ്റീവ് എനർജി പോലെയാണ്. ഇപ്പോൾ CS എന്ന് പഠിക്കുന്ന കുട്ടി CS ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇതാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്രട്ടറിയൽ PSCയിലൊരു പോസ്റ്റ് സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് അതാണോ ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ മോഡേൺ വേൾഡിൽ ഇപ്പോൾ ന്യൂജൻസ് കുറേ കാണുന്നതാണ്. ഇപ്പോൾ ചൈനീസ് കൊറിയൻ സീരീസ്, ഈ സീരീസിലൊക്കെ പറയുന്നതാണ് സെക്രട്ടറീസ്. ഇപ്പോൾ CEO-ൻ്റെ സെക്രട്ടറി. അപ്പം ഈ CS കോഴ്സ് അപ്പം നിങ്ങളൊരു സെക്രട്ടറി ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? ഡീപ്രൊമോട്ട് ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്യാണ് ശരിക്കും ഈ കോഴ്സിന്. അല്ല, ഞാൻ കാണുന്നതും ഉണ്ട്, എനിക്ക് തന്നെ കുട്ടികൾ ഷെയർ ചെയ്തതുകൊണ്ട്. ഇപ്പം ഞാൻ കുറേ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് എടുക്കും. അങ്ങനെ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിക്കുന്നത് ചോദ്യമാണ്, നിങ്ങൾ CS പഠിക്കുന്നു, നിങ്ങൾ CS പഠിക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ വാട്ട് ഈസ് ദ റിയാക്ഷൻ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ റിലേറ്റീവ്സ്, ഫാമിലി, ഫ്രണ്ട്സ്, ഈവൻ സൊസൈറ്റി എന്നെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? സോ ദേ സേസ് അവർക്ക് CS എന്താണെന്ന് അറിയില്ല. പിന്നെ അതും ഇപ്പം ഞാൻ ഈ ഓറിയൻറ്റേഷന് പോകുമ്പോൾ തന്നെ പല കുട്ടികളും ഇപ്പോൾ ചാപ്റ്റേഴ്സിലാണ് ഇവർക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് വയ്ക്കാം. ആസ് ഐ സേ, ഇവരൊരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ ദേ ഹാവ് ടു കംപ്ലീറ്റ് എ
ട്രെയിനിങ് പ്രോഗ്രാം. അപ്പം TDOP എന്ന് പറയും. അപ്പം ആ കോഴ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പം അപ്പം ഈ കുട്ടികൾ പറയും ഇവർ ഈ കോഴ്സ് അറിയുന്നത്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അറിയുന്നത്? സോ ഈ +2 സാറ് പറഞ്ഞ പോലെ +2 കഴിഞ്ഞ് വരുമ്പോഴേക്ക് മീൻസ് അവർ എക്സാമൊക്കെ അടുക്കുമ്പോഴേക്ക് കുറേ കരിയർ ഗൈഡൻസസ് വരും. അപ്പം മെയിൻലി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരും. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരു എക്സാം ഇടുന്നു. ആ എക്സാമിൽ പാസിംഗ് പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ഇവരോട് പറയും നിങ്ങൾ ഈ CS കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ ജമ്പിങ് ഓൺ ഇറ്റ്. അവർക്ക് ഈ CS കോഴ്സ് അപ്പം അവർ ഈ ICSI ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒന്നല്ല, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ ചാപ്റ്ററിൽ എത്തുമ്പോഴാണ് ഇവർ അറിയുന്നത് ദർ ഇസ് എ ചാപ്റ്റർ ലൈക്ക് ദിസ് ആൻഡ് ദിസ് ഈസ് ദ മെയിൻ സെൻറ്റർ വേർ യു ഗെറ്റ് ദ ഗൈഡൻസ്. അപ്പോഴേ അവർ അറിയുന്നുള്ളൂ. പിന്നെ അതും ഈ ICSI പ്രൊവൈഡ് ചെയ്യുന്ന സിലബസുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ല പലതും ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന നോളേജ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് ഒരുപാട് മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട് ഈ CS കോഴ്സാണ് മെയിൻ. ആക്ച്വലി ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ CS പാസ്സാവണമെങ്കിൽ ഒരു ഗൈഡൻസ് ആവശ്യമാണ്. ഐ മീൻ ക്ലാസ്സിൽ കോച്ചിങ് ആവശ്യം എന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെ പഠിക്കണം, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസ് എപ്പോഴും വളരെ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ വന്നിട്ടുണ്ട്, ഞങ്ങളെ 3 പേരെ ലൈഫിലുള്ള ഒരാളാണ് ഒരു വിദ്യാർത്ഥി ഇതിലേക്ക് എത്തി എന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ്, ഒരു ഇൻസിഡന്റ് അതിൽ പറയാൻ ശരിയല്ല. ഇപ്പോൾ എൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇവർ എൽപ്പിയും സമ്മതിക്കല് എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ +2 കഴിഞ്ഞ സമയത്ത് നമ്മളെ കൂടുതൽ കുറേ ആൾക്കാർ മർച്ചൻ്റ് നേവി അങ്ങനത്തെ ഇതിലുണ്ടായിരുന്നു. മർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ചിന്തിക്കാൻ കാരണം വെച്ചാൽ മർച്ചൻ്റ് നേവിക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കലി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ബിൽഡ് ചെയ്യുക, നമുക്ക് ഫുള്ള് സ്റ്റേ ഫിറ്റായിട്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു ചിന്താഗതികളാണ്. പിന്നെ നമ്മളെ കൂടുതലുള്ള ഒരുപാട് പേര് മർച്ചൻ്റ് നേവിക്ക് പോകാമെന്നുള്ള ചിന്തിച്ചിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനെന്ന് വെച്ചാൽ ബ്രദറിനോടാണെങ്കിലും, ബ്രദർ ആയിരുന്നു എന്നെ നോക്കിയിരുന്നതല്ല, ബ്രദർ മുത്തുക്കോയത്തങ്ങൾ എന്ന് പറയും. അപ്പോൾ പുള്ളി ഇപ്പോൾ ലീഗിൻ്റെ അതെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നന്നായി തിളങ്ങിയതൊക്കെ മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ പുള്ളിയാണ് എന്നെ ചെറുപ്പത്തിൽ ഫാദർ മരിച്ചിരുന്നല്ലോ. അപ്പോൾ പുള്ളി സമ്മതിക്കില്ല എന്നുള്ളതിൽ പുള്ളിനോട് ഞാൻ ചെറുപ്പം മുതലേ ഈവൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് മർച്ചൻ്റ് നേവിക്ക് പോകണം എന്നുള്ളത്. പുള്ളി അവസാനം സമ്മതിച്ചത്. സ്റ്റോറി ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് ഞാൻ ബാക്കിയുള്ളവരോടൊക്കെ ഷെയർ ചെയ്യുന്നു. അല്ല എനിക്ക് മർച്ചൻ്റ് നേവി അഭിഷേക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്മേറ്റ്. അതല്ല പുള്ളിക്ക് അറിയാതല്ല, കാരണം നമ്മൾ ഒരുമിച്ച് പോകാമെന്നുള്ളായിരുന്നു. പുള്ളി ഇപ്പോൾ മർച്ചൻ്റ് നേവി ആയതല്ല. അപ്പോൾ മർച്ചൻ്റ് നേവിക്ക് നമ്മൾ മുത്തുക്കിനോട് ഞാൻ പ്രഷർ ചെയ്ത് കൊണ്ടുവരുന്നതല്ല. അങ്ങനെ വെച്ചാൽ പുള്ളി ഓക്കെ പറഞ്ഞതല്ല. പക്ഷേ ആ സമയത്തിന് പുള്ളി CA പരിചയപ്പെടുത്തിയതല്ല. അപ്പോൾ എനിക്ക് CA താല്പര്യമില്ല. ഒരുപാട് പേര് CA പോകുന്നുണ്ടായിരുന്നു. എന്താ അറിയില്ല, അന്ന് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് പ്രോബ്ലമാണ് ഏറ്റവും ഇഷ്ടം ഇതല്ല. ഈവൻ അക്കൗണ്ട്സ് ആണെങ്കിലും അങ്ങനത്തെ ആണ് എനിക്ക് ഇഷ്ടം. പക്ഷേ CA വലിയ താല്പര്യം വന്നില്ല. പുള്ളി പിന്നെ എന്താണ് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്, അതൊന്ന് കണ്ടിട്ട് നീ തീരുമാനിച്ചതല്ല, വേറെ ഒന്നും വേണ്ട. ഞാൻ ഫസ്റ്റ് നൈറ്റ് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, ഈ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതിയാണ്. അങ്ങനെ കൊണ്ടുപോയതാണ് നമ്മളെ PMS സമീർ സാർ ആയതല്ലേ. അങ്ങനെ സമീർ സാറെ കണ്ടതല്ലേ, ആ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ആ സമയത്ത്. PMS സമീർ സാർ എന്ന് പറയുമ്പോൾ ഈ മൊമെന്റിലായതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാവുന്ന കാര്യമാണ്. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു CS ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണുന്ന ഒരു സന്ദർഭമാണത്. അങ്ങനെയുള്ള ഒരാളാണ് റോൾ മോഡലായിട്ട് അന്ന്. അപ്പം അല്ല ആയിട്ടില്ല, റോൾ മോഡൽ ആയിട്ടില്ല, അപ്പോൾ പോയിട്ടുള്ളൂ അതല്ലേ. അപ്പോൾ മുത്തൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് നിർബന്ധിച്ചിട്ടേ കൊണ്ടുവന്നല്ലേ. അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് സംസാരിച്ചല്ലോ, പുള്ളിക്കാരൻ്റെ ക്യാബിനിൽ പോയതല്ലേ. അന്ന് സ്പാൻ ഹോട്ടലിലാന്ന് തോന്നുന്നതല്ല, മറ്റേ ജയിൽ റോഡില്ലേ അവിടെ നിന്ന് അവരുടെ ഓഫീസ് അല്ല. അപ്പോൾ അവിടെ പോയിട്ട് കണ്ടുതല്ല. കണ്ടിട്ട് പുള്ളിക്കാരനെ കുറച്ച് നേരം ഇന്ന ഒറ്റയ്ക്ക് അവിടെ ഇട്ടിട്ട് മുത്തുക്ക പോയതല്ല. ബ്രദറും അവർ കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നു. അവർ ബ്രദറിൻ്റെ ബിസിനസ്സൊക്കെ അറ്റ്ലസിൻ്റെ ഡയറക്ടർ ആയിരുന്നു അതല്ലേ, കോഴിക്കോട് അറ്റ്ലസിൻ്റെ. അപ്പോൾ അവർ ഏകദേശം ബിസിനസ്സായിട്ട് അവർക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ ഇട്ട് പോയതല്ലേ. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞതല്ല. അപ്പോൾ CSR എന്ന് വെച്ചാൽ സൈനിങ് അതോറിറ്റിയാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് DSC കാണുന്നത്, ടോക്കൺ കാണുന്നത്. ഈ ടോക്കണാണ് നിങ്ങൾ സൈൻ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഫുള്ള് പരിചയപ്പെടുത്തിയതല്ല. ആ പുള്ളിയുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് അതല്ല, ആ കോഴ്സിനെ പരിചയപ്പെടുത്തിയതല്ല, കോഴ്സ് ഇതാക്കി. പിന്നെ പുള്ളീൻ്റെ ഒരു മോട്ടിവേഷനും, നിങ്ങൾക്ക് എങ്ങനെയാലും പറ്റുമല്ല, നിങ്ങൾക്ക് എങ്ങനെയാലും പാസ്സാകാൻ പറ്റുമല്ല, നിങ്ങൾ അതിനുള്ള ഫിറ്റായിട്ടുള്ള ഒരാളാണെന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റും. പിന്നെ പോരാത്തന്നെ ആ പുള്ളിയാണ് എൻ്റെ മുന്നിൽ ഫസ്റ്റ് കണ്ട CS. അപ്പോൾ ആ ഒരു പ്രചോദനം എനിക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ CS ചെയ്യുന്നു നല്ല ഉറപ്പിച്ചതല്ല. ഓക്കെ, അങ്ങനെയാണ് അതിലേക്ക് ആ കോൺഫിഡൻസ് പിന്നെ കോളേജിൽ വന്നിട്ട് നമ്മളിലേക്ക് കമ്പൽ ചെയ്ത് അല്ല പിന്നെ പറഞ്ഞാൽ നമ്മളിതല്ല വേറെ ഒന്നും കൂടി എന്റെ ലൈഫിൽ പല കാര്യങ്ങളും ഇങ്ങനെ ആക്കി തന്നത് അല്ല വേറെ കാര്യം കൂടി ഉണ്ട്. CS അപ്പോൾ വേറെ രീതിയിലും കൂടി നമുക്ക് പരിചയമുണ്ട്.
വേറെ രീതി പരിചയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോ എടുക്കുന്ന സാറ് ശരിക്കും പറഞ്ഞാൽ പുള്ളി LLB വിത്ത് CS പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്. പുള്ളി അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ കോഴ്സിന് ഇങ്ങനെ പോയത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിനെ ഇത് ചെയ്തിട്ടായിരുന്നു. ഫ്രണ്ട് CS എടുത്തുകൊണ്ട് പുള്ളി CS എടുത്താണ്. പക്ഷെ പുള്ളിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഭയങ്കര വലിയ കോഴ്സാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ബിൽഡപ്പ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കൊരു ചലഞ്ച് ഉണ്ടല്ലോ, വലിയ മമ്പാണ്, അപ്പോൾ അത് പിടിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മെൻറ്റാലിറ്റിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതായി നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പിന്നെ ഇങ്ങനെ ചിന്തിക്കുക ഓരോ ഇതാവുമല്ലോ. ആ സമയത്താണ് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ജോർജ് എന്ത് ചെയ്യുന്നുണ്ട്, CS പഠിക്കാൻ ഇങ്ങനെ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോർജ് എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഒരു വേവലതാണ്, ചിലപ്പോൾ ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അറിഞ്ഞതല്ല, ഞങ്ങൾ ഇതാക്കി അങ്ങനെ CS ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞതല്ല, ഞാൻ CS ചെയ്യുന്നില്ല, CS ടഫാണ്, CS കിട്ടൂല അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളെ കണ്ണിൽ എന്താണ്, ജോർജ് അന്നേ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സൈഡായിട്ട് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്, ഫുള്ള് പഠിപ്പിച്ചിട്ടാണ് അപ്പം അല്ല ബാക്കിയുള്ളവരുത്. ഞാൻ അന്ന് അങ്ങനെ അത്രയല്ല, ഞാൻ പാർട്ട് ടൈം വർക്കിനൊക്കെ പോകുന്നുണ്ട്, നമുക്ക് കഴിഞ്ഞു പോകണമെന്നുള്ള അങ്ങനെ ഇതുണ്ടല്ലോ. അപ്പോൾ ഇതേന്ന് സമയത്ത് പുള്ളിനോട് പറയണത് CS കിട്ടൂല, ടഫാ. അതിൽ ഞാൻ കുറേ ഉപദേശിച്ചു, ഇതല്ലേ നിനക്ക് എങ്ങനെയാലും കിട്ടും, ഞാൻ കിട്ടും എന്നുള്ള കോൺഫിഡൻറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ജോയിൻ ചെയ്തില്ല കേട്ടോ അന്ന്, എന്നിട്ട് കുറച്ച് പിടിച്ചിട്ട് കുടഞ്ഞ്. അതായത് നമുക്ക് അതിനോട് റിവെഞ്ച് സത്യത്തിൽ തോന്നിയെന്നുള്ള എന്തോന്നു ഡാൻസ് അല്ല, ആക്ച്വലി ഈ 2 ഫാക്ടർ ഇല്ലാതെ ഞങ്ങളെ ഒരു ഡോക്കിൻ്റെ O ലെവൽ എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം O ലെവൽ എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ കോഴ്സാണ്, ഇപ്പം ഇല്ല. അപ്പോൾ അവിടെ പഠിപ്പിച്ചൊരു രജിസാർ എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്. പുള്ളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരും MBA കാര്യങ്ങളെല്ലാം ആണല്ലോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഒരു സ്കോപ്പുള്ളൊരു കോഴ്സാണെന്നൊക്കെ പറഞ്ഞു. അതും ഞങ്ങൾ അവിടെ നിന്ന് കേട്ടു. അപ്പം ഞങ്ങൾ ആ ഒരു സ്റ്റേജിൽ, ആ ഡിഗ്രി ഫൈനൽ ചെയ്യാൻ തോന്നുന്നു, ഞങ്ങൾ ആ ഒരു സ്റ്റേജിലാണ് ഡിസൈഡ് ചെയ്തത്. എല്ലാവരും ഒരുപോലെ ദേവരി കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു. ആക്ച്വലി നമ്മുടെ ബാച്ചിൽ തന്നെ അറൗണ്ട് ഇപ്പം 8 പേര് കമ്പനി സെക്രട്ടറീസ്, ഒരാൾ 8 പേരായി. ആക്ച്വലി നമ്മൾ 4 പേര് പാർട്ട്നേഴ്സ് ആണ്. പിന്നെ ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാൾ മലബാർ ഗോൾഡിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് വേറൊരു പോയിന്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം കൂടെയാണ് സെൻറ്റ് ജോസഫ് ദേവഗിരി എന്ന് ഞാൻ പറയും. കാരണം അവിടെ ഒരു എക്സാം സെൻറ്റർ ഉണ്ടായിരുന്നു അല്ലേ, CS-ന് എക്സാം സെൻറ്റർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടേതായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മെത്തഡോളജി ഉണ്ടായിരുന്നു CS പഠിപ്പിക്കുന്നതിന്. അപ്പോൾ ഒന്നാണ് സിമിർ സാർ ത്രൂ ഞാൻ വന്നതല്ല, പിന്നെ ഞാൻ കൗണ്ടർ ചെയ്ത ആളാരാ ജോർജാണ്. ജോർജ് ഭയങ്കര ഇൻഫ്ലുവൻസറാണ്. ഞാൻ പറഞ്ഞല്ലോ ജോർജ് അന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, അന്ന് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോർജ് ഒരു ടീമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോർജിന്റെ ടീമിൽ പെട്ട ഒരു ഇതായിരുന്നു. ഞാൻ അന്ന് ടീമിൽ പെട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഇതായതല്ലേ. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ മെന്റാലിറ്റിയിൽ എംപ്ലോയ്മെന്റ് പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ചങ്ങായി പ്രാക്ടീസ് ചെയ്യല്ലേ. ഇവന്റെ പിന്നെ വേറെ ഒന്നുണ്ട്, ഇവൻ നമ്മളെക്കാട്ടി മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവന് നമ്മുടെ ലോയിലാണെങ്കിലൊക്കെ ക്ലാസ്, കമ്പനി ലോ ക്ലാസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്നത് നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് രഹസ്യമായിട്ട് നമ്മുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ എംപ്ലോയ്മെന്റ് പോകണം. എല്ലാവരും ആദ്യം എംപ്ലോയ്മെന്റ് ആകുമ്പോൾ സേഫ് ആണ്. സ്റ്റാർട്ടിംഗ് സാലറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇനി പ്രാക്ടീസിംഗ് ആണെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ യങ് ഏജിൽ നമ്മൾ പാസ്സായി കിട്ടുകയാണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. കാരണം നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഫൈൻ. എന്തോ പറയാൻ വന്നു, അവസാനിപ്പിച്ച് നെക്സ്റ്റിലേക്ക് പോകാം. അല്ല, അതിൽ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ജേണിയിൽ വന്നല്ലോ, സമീർ സാറ് പറഞ്ഞ ഇത് പ്രകാരമാണ് എന്ത്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ചെന്നൈയിലാണ് പോയത്. ചെന്നൈയിൽ നമ്മൾ റീജിയണൽ സെൻ്റർ ഉണ്ട്, SIRC എന്ന് പറയുന്നതല്ല. അപ്പോൾ അവിടെയാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഭയങ്കര ലോ എന്നും മുത്തുക്കയും ഞാനും പിന്നെ ഫസൽ ഫൈറൂസ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ദിനേശ് സാർ പറഞ്ഞാൽ ഫസൽ ഫൈറൂസ് ഇപ്പോൾ ഓൾമോസ്റ്റ് LLB ലോയറാണ്. പുള്ളി അതേപോലെ CS ലാസ്റ്റ് സ്റ്റേജിലാണ്. പുള്ളി അതേപോലെ ഇപ്പോൾ പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി ഞാനും കൂടിയാണ് പോയതല്ല. ഇവർ വേറെ രീതിയിലായിരുന്നു, ഞാൻ വേറെ രീതിയിൽ പോയി. ചെന്നൈ പോയതല്ല, ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞതല്ല. പിന്നെ ചെന്നൈ കഴിഞ്ഞതിന് ശേഷം പിന്നെ തൃശ്ശൂർ കുറച്ച് ഇതായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ട്രെയിനിങ് ചെയ്ത് ബാംഗ്ലൂരാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, ഔട്ട് ഓഫ് കേരള പോകണം. പിന്നെ എൻ്റെ ഡൽഹിയിൽ വർക്ക് ചെയ്യണമെന്നു, നോയിഡയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു ചിന്താഗതി. അല്ല, നോയിഡയിൽ എന്തെങ്കിലും കണ്ടിട്ടായിരുന്നു, അതോ നോയിഡ എന്ന് കേട്ടിട്ടാണോ? നമ്മളിപ്പോൾ വെച്ചാൽ അന്ന് ഫോർമുല 1 ഒക്കെ നമ്മൾ ഇത് ചെയ്യും. അപ്പം ഫോർമുല 1-ൻ്റെ അന്ന് അവിടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, നോയിഡയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോയിഡയിലാണ് നമ്മളെ സകല ഇൻസ്റ്റിറ്റ്യൂട്ടും വരുന്നതല്ല. അപ്പോൾ നോയിഡയാണ് ഇതിൻ്റെ സെൻറ്റർ, അഥവാ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ സിറ്റി നോയിഡ എന്നുള്ള ചിന്താഗതി. അതിൽ കുറേ പടത്തരങ്ങളുണ്ടാവും. അന്നത്തെ ചിന്താഗതിയാണ് ഞാൻ ഇതേപോലെ പറയുന്നത്. ഞാനപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് നോക്കുകയാണെങ്കിലും ഇപ്പം ഞാൻ പറയാതെ വെച്ചതാണെങ്കിലും ഞാൻ CS-ൻ്റെ ഒരു ഓരത്തിലൂടെ കടന്നു വന്ന ഒരാൾ കൂടെയാണ്. 2010-13 കോളേജ് പഠനത്തിന് ശേഷം അതിനോടൊപ്പം ICMA, അതായത് ICW ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പിന്നെ CS-ലേക്ക് വന്നു.
അപ്പോൾ നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഫാക്ടർ എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന് പ്രധാനം. ഞാനും CS ചാപ്റ്റർ കോഴിക്കോട് ചാപ്റ്ററിലാണ് വന്നിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോള് ഇപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു പ്രൊഫഷനെ മറ്റുള്ളവർക്ക് എത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോളാണ്. എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോൾ എന്നുള്ളത്? വാട്ട് യു തിങ്ക്? ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി നമുക്കൊരു ഗൈഡൻസ് ആണ് അവിടെ തരിക. ഇപ്പോൾ നമ്മളൊരു സ്പൂൺ ഫീഡിങ് പോലെ എല്ലാ കാര്യവും അങ്ങനെ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടലുണ്ടാവില്ല. പക്ഷേ എല്ലാ ചാപ്റ്ററിലും ക്ലാസ് നടക്കുന്നുണ്ട്, പക്ഷെ ഒരു ഐഡിയ അവിടെ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏത് കോച്ചിങ് സെൻറ്ററിലോ എവിടെ പോയാലും ഒരു ഗൈഡൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ആ ഗൈഡൻസ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് പിടിച്ചു കയറണം. ഓക്കെ, ഞാൻ പറയാണ് കേരളത്തിൽ CS ഒരു ഗ്രോത്തിനെ നിർണ്ണയിച്ചൊരു സാധനം. ഇപ്പോൾ CAക്ക് നമുക്ക് പല ബ്രാൻഡുകളും പേരുകൾ കാണാം, ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് അവർ പോപ്പുലാരിറ്റി കൊണ്ടുവന്നു. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു മെറിറ്റ് സൈഡ് തന്നെയാണ് ആ കോഴ്സിന് അത്രയും പോപ്പുലാരിറ്റിയിലേക്ക് എത്തി. ഇപ്പോൾ CMA, ഇപ്പോൾ ICMS നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചോളം CMAയുടെ സപ്പോർട്ട് സെൻ്ററായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അത് ബാച്ച് ഫില്ലാവുക, നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതേ സന്ദർഭത്തിൽ എന്തുകൊണ്ട് CS വന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു എവിഡൻറ്റ് നമുക്ക് കാണിക്കാവുന്ന ഒരു ഔട്ട്പുട്ടുള്ള ഒരു CS ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു സൈഡല്ലേ. ആ പെർസ്പെക്റ്റീവിലും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോൾ എന്താ? ഇൻസ്റ്റിറ്റ്യൂട്ട് റോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും പല സ്ഥലങ്ങളിലായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ഇൻഡിജിനിയസ് ആയിട്ട് ഓരോരുത്തരായിട്ട് ക്ലാസ് എടുക്കുന്നു. അങ്ങനത്തെ ഒക്കെ ഓരോ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഒരു ഗൗരീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. CA CS CMA മൊത്തം ക്വാളിഫൈ ചെയ്ത ആളായിരുന്നു. പുള്ളി ഇപ്പോൾ ഇല്ല കേട്ടോ, കുറേ കോൺട്രവേഴ്സി ചെയ്തായി. ഇപ്പോൾ അന്നുള്ള സമയത്ത് പുള്ളി അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഫൈനൽ പഠിക്കുന്ന തന്നെ CS ഏകദേശം 70 മുകളിൽ കുട്ടികളുണ്ടായിരുന്നു. പുള്ളിൻ്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാധാന്യം ഭയങ്കരമായിരുന്നു. ബാംഗ്ലൂർ എന്നുള്ള ആ ഒരു സ്ഥലത്ത് എത്ര കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിൽ ആ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റേ ഗൗരിസാർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നല്ല. പിന്നെ അതേപോലെ ഒരു സംഗതിയാണ് ഡെവലപ്മെൻറ്റ് ഒരു ഇതാണ് സ്റ്റഡി സെൻറ്റർ കൊണ്ടുവന്ന സംഗതി ഇതല്ല. ഇപ്പോൾ ജെയിൻ കോളേജ് ആണെങ്കിലും പിന്നെ അവിടുത്തെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ CS വിത്ത് BCom, അതേപോലെ CA വിത്ത് BCom, അതിനൊക്കെ വലിയ റോളുകളുണ്ട് അവിടെ ബാംഗ്ലൂർ പോലത്തെ. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് അങ്ങനത്തെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റഡി സെൻറ്ററുകളില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചില്ല, CS-നെ ഡിനോട്ട് ചെയ്യാനുള്ളതില്ല. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ത് CS-നായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത തന്നെയാണെന്ത് ഇവിടെ ഗ്രോത്തിന് കുറവ്. ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ 2009 ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിലും നമ്മളെ ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ ഓഫീസിൻ്റെ പാർട്ടാണ് ഈ ചാപ്റ്റർ വരുന്നത്. കാരണം ചാപ്റ്ററിനായിട്ട് സെപ്പറേറ്റ് ഓഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് സെപ്പറേറ്റ് ഓഫീസ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് 2009. അപ്പോൾ ആ ടൈമിലും രജിസ്റ്റർ ചെയ്യാൻ കാര്യങ്ങളും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ക്ലാസ് കോഴിക്കോടില്ല. എല്ലാവരും എറണാകുളം അല്ലെങ്കിൽ ചെന്നൈ അവിടേക്കൊക്കെ പോകുന്നത്. ഇവിടെ കോഴിക്കോട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ക്ലാസ് ഇല്ല. ഇപ്പം അത്യാവശ്യം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ വന്നു. അതുമാത്രമല്ല അവർ കോഴ്സ് ഇപ്പോൾ CA CMA അതിൻ്റെ കൂടെ CS എന്ന് പറഞ്ഞിട്ടാണെങ്കിലും അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കുറവാണ് അല്ലേ CS-ൻ്റെ ഒരു. ഞാൻ ട്രിവാൻഡ്രമാണ് പോയത്. ഒരു ബില്ലു സാർ എന്ന് പറഞ്ഞിട്ട് ബില്ലു ബാലകൃഷ്ണൻ എന്നൊരു കമ്പനി സെക്രട്ടറി ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് കുറേ ഗൈഡൻസും ഇതും തന്നു. പിന്നെ ഞാനത് പഠിച്ചിട്ട് എനിക്ക് തിരിച്ച് കാണിക്കാനാണ്. അപ്പോൾ എനിക്കിപ്പോൾ കാലിക്കറ്റ് വന്നിട്ട് എനിക്ക് കുറേ കൂടി ഇവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് അവിടുന്ന് കിട്ടിയ കുറേ കാര്യങ്ങൾ എനിക്കും കാലിക്കറ്റിൽ കുറേ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും പോയിട്ടില്ല. എന്നെ മെയിനായിട്ട് പഠിപ്പിച്ചുള്ളത് ഇപ്പം ഞാനൊരു ബുക്ക് കൊണ്ടെടുക്കും, ഇതൊക്കെ പഠിച്ചാൽ മതി. അത് എനിക്ക് പറ്റിയത് ജോർജ് ഫസലു ടാക്സ് കാര്യങ്ങളൊക്കെ ഫസലും അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത്. അതെ, ഞാൻ അല്ല ഇമ്പോസിഷൻ വരെ തരുമായിരുന്നു. ഞാൻ ടീച്ചറായിരുന്നു. അതെ 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 അല്ല, ആ സമയത്ത് ഞാൻ ടീച്ചറായിരുന്നു. ഈവൻ ദോ ആ സമയത്ത് ഞാൻ CS ക്ലാസ്സിൽ പോകുമ്പോൾ ഇയാൾ എനിക്ക് ഇമ്പോസിഷൻ. അല്ല, നമുക്ക് അവിടെ അല്ല ആക്ച്വലി അതേ സെയിം സ്റ്റോറി തന്നെയാണ്. ഞാൻ 2009 ഞാൻ ഇവിടെ ക്ലാസ് ജോയിൻ ചെയ്തു. അത് പക്ഷേ പ്രോപ്പർ അല്ലായിരുന്നു. ശനി ഞായർ മാത്രമേ, അത് ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാവില്ല. അപ്പം ഇവൻ അവിടെ കൊച്ചിയിൽ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവൻ ഡെയിലി വിളിച്ചിട്ട് ഞാൻ ഏകദേശം ഡിറ്റാച്ച്ഡ് ആവുന്നൊരു ഘട്ടത്തിലായിരുന്നു. അതായത് മേ ബി ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവൻ ഡെയിലി വിളിക്കും. ഇവൻ ഡെയിലി വിളിക്കുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി പറയാനായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ്.
അപ്പോൾ എനിക്ക് താല്പര്യമില്ല, ഇവനാണ് അതിനെപ്പറ്റി മാത്രമേ അല്ല, പറയുള്ളൂ. ആക്ച്വലി നമ്മൾ ഇതിൽ പോകുമ്പോൾ ഉള്ള കുട്ടികൾക്ക് വരുന്നൊരു പേടിയാണ്, നമുക്കും വന്നൊരു പേടിയാണ്. കാരണം നമ്മുടെ കൂടെ ഉള്ളവർ MBA പോകുന്നു അല്ലെങ്കിൽ ഡിഗ്രി പോകുന്നു, അവരെന്തായാലും പാസ്സാവും, നമ്മളിത് എവിടെ എത്തും, നമ്മളിത് പാസ്സാവില്ല, നമ്മൾ എവിടെ എത്തും, അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു ഫിയർ വരും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ ആഡ് ചെയ്യാം. CS ചെയ്യാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയോട് എന്ത് പറയാണ്ട് എന്നും കൂടെ ആഡ് ചെയ്യാം അതിലേക്ക്. ഇത് മാത്രമല്ല, മീൻസ് ഈ പ്രൊഫഷണൽ കോഴ്സസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, ഹാഫ് ബോയിൽഡ് ആയി പോവോ. കാരണം എന്ന് പറഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ മേ സേ 100% ഡെഡിക്കേഷൻസ് കൊടുത്താൽ നമ്മൾ ആരും ഭയങ്കര സ്റ്റുഡിയോസ് ആയിട്ടല്ല ഇവിടേക്ക് വരുന്നത്. അപ്പം നമ്മൾക്ക് ആഗ്രഹം അത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം, ഇത് വെറുതെ പാസ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് വരികയല്ല. ഈ കോഴ്സ് ഏതാണ് ഇപ്പം ആസ് എവ്രിബഡി സേസ്, ഇതൊരു തിയറിയാണ് ഇതിൽ കൂടുതലുള്ളത്, ലോ ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഈ മോർ ദാൻ പ്രോബ്ലം പേപ്പേഴ്സ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ ലോയിലാണ്. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ എക്സാം ആണെങ്കിലും അതിൽ കൂടുതൽ ചോദിക്കുക നമ്മളുടെ ലോസ് തന്നെയാണ്. അപ്പം അത് നമ്മൾ ഇരുന്ന് പഠിച്ചാൽ തന്നെ തീരും. പക്ഷേ നിങ്ങളോട് ഒരിക്കലും ഒരു ലോ അവിടെ തന്നെ പോയി എഴുതണം എന്നില്ല. പിന്നെ അതും ഈ CS കോഴ്സ് പാസ്സാവുന്നത് മെയിനായിട്ടും കുറേ ഡെപ്ത് നോളേജ് ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ ആ കോഴ്സ് നമ്മൾ എക്സാംസ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ട് അവിടെ. നമ്മൾ ആ എക്സാം പ്രസൻറ്റേഷന് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. ഇപ്പം ഞാൻ CS എഴുതിയ എൻ്റെ ഫസ്റ്റ് ഞാൻ CS ഫൈനൽ എക്സിക്യൂട്ടീവ് ഞാൻ ഫസ്റ്റ് ചാൻസ് പാസ്സായി. ഫൈനൽസ് ഫസ്റ്റ് ചാൻസിൽ 9 പേപ്പർ ഞാൻ ഒരുമിച്ച് എഴുതി, ക്ലീൻ സ്വീപ്പ്, ഒന്നും എനിക്ക് കിട്ടിയില്ല. നെക്സ്റ്റ് ഞാൻ പിന്നീട് ഐ ഐഡൻറ്റിഫൈഡ് മൈസെൽഫ് ദാറ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ടൈപ്പ് മാറ്റണം. ആ പ്രസൻറ്റേഷൻ ടൈപ്പ് മാറ്റിയാൽ ഐ ക്യാൻ എക്സാം പ്രസൻറ്റേഷൻ ലൈക്ക് നമ്മളോടൊരു ബെയറാക്ട് പുതുതായിട്ട് അവിടെ എഴുതാൻ പറയുന്നില്ല. നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ ആ കണ്ടൻറ്റിനെ പ്രസൻറ്റ് ചെയ്യുന്നത് മേ ബി പോയിൻ്റ് വൈസ് അല്ലെങ്കിൽ പാരഗ്രാഫ് അല്ലെങ്കിൽ ആസ് എ എക്സ്പ്ലനേഷൻ. അപ്പം ആ മെത്തേഡിലേക്ക് നമ്മൾ പോകണം. ഇപ്പം അതായിരിക്കണം. അപ്പം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകും, 36 പേജുള്ള ഒരു പേപ്പറാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ആ ടൈമിൽ നമുക്ക് എഴുതാൻ പറ്റാത്ത സാധനം സ്പീഡ് കിട്ടില്ല. ഏറ്റവും സ്പീഡ് എനി പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ സ്പീഡാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇപ്പോൾ എല്ലാ പ്രൊഫഷണൽ സ്റ്റഡീസിലും പഠിക്കുക എന്നുള്ളത് വൺ സൈഡ് ആണെങ്കിൽ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യേണ്ടത്, സ്റ്റുഡൻസിന് ഫാമിലി സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഫാമിലി സപ്പോർട്ട്. അതെ, കാരണം നമ്മളിപ്പം മേ ബി ഫെയിൽ ആവും, അപ്പം വീണ്ടും ട്രൈ ചെയ്താൽ കിട്ടും. അപ്പോൾ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാവും. മേ ബി അവർ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ ഇത്രയും നാൾ നമ്മൾ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യമില്ല. നമ്മളിപ്പോൾ ഭയങ്കര പഠിക്കുന്നൊരു കുട്ടിയായിരിക്കാം, ചിലപ്പോൾ ഒന്നും പഠിക്കാത്തൊരു കുട്ടിയായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ പറയണത് എൻ്റെ 10th എനിക്ക് 55% ഉള്ളൂ. അപ്പോൾ 55 10th ഞാൻ KVയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ +1 അവിടെ അഡ്മിഷൻ കൊടുക്കണം നിർബന്ധം, മറ്റേ സ്റ്റേറ്റ് പോലെയല്ല. 10th കഴിഞ്ഞാൽ +1 അഡ്മിഷൻ കിട്ടും. അപ്പം അതിൽ നമ്മൾ ഇപ്പോൾ ഏത് കൊടുത്താലും കൊമേഴ്സിൽ ഏറ്റവും ലിസ്റ്റിൽ താഴെയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ നമ്മൾ എന്തായിരുന്നു ഇത്രയും നാളല്ല നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇതിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ സീരിയസ് ആയിട്ട് പഠിച്ചാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ വലിയ പഠിപ്പിസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, എഫേർട്ട് ഇടുക, അത്രേ ഉള്ളൂ. ഇതിലിപ്പോൾ ജോർജ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പോൾ ഡെഡിക്കേഷൻ എന്നുള്ളത്. ഡെഡിക്കേഷൻ വരണമെങ്കിൽ എന്താണ്, അയാൾക്ക് ആഗ്രഹമാണ്, അയാൾക്ക് CS ആവണം എന്നുള്ള ആഗ്രഹമാണ്, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡെഡിക്കേഷൻ വരുള്ളൂ. ഇപ്പോൾ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പോയിട്ട് ഇപ്പോൾ നെറ്റ്സോ അല്ലെങ്കിൽ പോയിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ വെറുതെ തട്ടി കളിക്കുകയൊക്കെ ചെയ്യുന്ന അതുകൊണ്ടാണ്. അതേപോലെ എന്ത് CS ആവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. അപ്പോൾ നമ്മളൊരു കോഴ്സ് പിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഇതാവണമെന്നുള്ളതാണ്. നമുക്കത് ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെഡിക്കേഷൻ പറ്റുള്ളൂ. ഒരു ഇന്നർ ആവശ്യം അവരുടേത് തന്നെയാണ്, അങ്ങനെ ആയി മാറണം, മറ്റൊരാളുടെ അത് ആവരുത്. അതിൽ വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ CS ആയി കഴിഞ്ഞാൽ ഇപ്പം എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്നതാണ് സാലറി എത്ര കിട്ടും അല്ലെങ്കിൽ പൈസ എത്ര ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിലെന്താ വെച്ചാൽ ആദ്യത്തെ 5 years നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ 13 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്, ആദ്യത്തെ 5 year നമ്മൾ അങ്ങനെ ചിന്തിക്കും, നമുക്ക് ഇത്ര പൈസ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ ഇത്ര ഇതിലേക്ക് എത്തണം എന്നുള്ളത്. 5 year കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു പൊസിഷനിലെത്തും. ഐ മീൻ നമുക്ക് വേണമെങ്കിൽ സാറ്റിസ്ഫൈക്കേഷൻ കിട്ടുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. ഡിപ്പെൻഡാണ്. ഞാൻ തുടക്കത്തിലൊരു ഹിന്റ് ഇട്ടിരുന്നേ, ഒരു 15 ലക്ഷം സാലറിക്ക് വർക്ക് ചെയ്യുന്ന CS-കാർ കേരളത്തിലുണ്ട്. ഈവൻ കാലിക്കറ്റിലുണ്ട്. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമ്മൾ വേറെ പലതും നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ഫസലു പറഞ്ഞ പോലെ ഫസലുവിൻ്റെ ചെറുപ്പത്തിൽ കുറേ ആഗ്രഹമുണ്ട്, ക്രിക്കറ്റ് കളിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ ഫസലു സൈഡിൽ കൂടെ അതുകൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല പഠിക്കാൻ
മോട്ടീവായിട്ട് ഇനി ഫേം പോകരുതെന്ന് നമുക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളും അതേ രീതിയിൽ ഇപ്പം കുറച്ചുകൂടി ഒരു എന്താണ് ക്ലയൻസ് ആണെങ്കിലും കുറച്ചുകൂടി സെലക്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഹാപ്പിനെസ് വരണം, എംപ്ലോയീസ് ആണെങ്കിലും പീസ് വരണം, നമുക്കാണെങ്കിലും ഒരു പീസ് വേണം, എംപ്ലോയീസ് ആണെങ്കിലും പീസ് വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് നമ്മൾ പിന്നെ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നെ അവിടെ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ അതിൻ്റെ രീതിയിലുള്ള വർക്ക് വരണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാമെന്ന് എന്താ വെച്ചാൽ CS ആയി കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമുക്ക് സെൽഫ് ബ്രാൻഡ് ചെയ്യാം. നമ്മൾ ബ്രാൻഡിങ്ങിലൊക്കെ അത്ര ഇതില്ലാത്തതുകൊണ്ട് അത്ര കുറച്ച് ബാക്കൗട്ട് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഉള്ളത് പിന്നെന്താണ്, നമുക്ക് CS കഴിഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നമുക്ക് എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള വർക്കും കൂടി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ ഞാൻ ഒരു ആഡ് ചെയ്യാം, സോറി ഇതല്ലേ. അതിലിപ്പോൾ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 സ്കോപ്പാണുള്ളത്. ഒന്ന് എംപ്ലോയ്മെൻറ്റ്, ഒന്ന് പ്രാക്ടീസ് ഇതിൽ. അപ്പോൾ ഈ പറഞ്ഞ ജോർജ് പറഞ്ഞ പോയിന്റ് വെച്ചാൽ പ്രാക്ടീസിങ് ആണതല്ല. അപ്പോൾ പ്രാക്ടീസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുന്നേ കേട്ട സംഗതിയാണ്, തുടക്കത്തിൽ LP ഉണ്ടാവില്ല, വേണ്ടത്ര മോണിറ്റർ ഉണ്ടാവില്ല, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഓവർ ദി പീരീഡ് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ ഒരു എംപ്ലോയ്മെൻറ്റിന് ഒരാൾ പോവാണ്, ഒരാൾ പ്രാക്ടീസിന് പോവാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യും, തുടക്കത്തിൽ തന്നെ നല്ല സാലറി കിട്ടും, നല്ല റെപ്യൂട്ടേഷൻ കിട്ടും, എല്ലാം കിട്ടും. ഇയാൾക്കൊന്നും കിട്ടില്ല അതല്ല. പക്ഷേ വേറെ ഒന്നുണ്ട്, ഓവർ ദി പീരീഡ് എന്താണ്, ഒരു 5 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് അയാളുടെ ബ്രാൻഡ് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും, അയാൾ റെക്കഗ്നീഷൻ ചെയ്തിട്ടുണ്ടാവും. ഇയാൾക്ക് കിട്ടുന്നത് എത്രയോ മടങ്ങായിരിക്കും. ഇയാൾക്ക് കിട്ടുന്നതിനേക്കാളും ചിലപ്പോൾ 2 ടൈംസോ 3 ടൈംസോ 4 ടൈംസോ ആയിരിക്കും ഇതുണ്ടാവുക. അതുമാത്രമല്ല അയാളുടെ ഗ്രോത്ത് എക്സ്പോണൻഷ്യലാണ്. അങ്ങനെ പിന്നെ ഓരോ വർഷം എന്ന് വെച്ചാൽ അത് ഡബിൾ ട്രിപ്പിൾ ആയിട്ട് രീതിയിൽ പോകുന്നത്. പക്ഷേ തുടക്കത്തിൽ എന്തുണ്ട്, ഇയാൾക്ക് ഇതുണ്ട്. അപ്പോൾ ഈ 2 സ്കോപ്പ് അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലൊന്നും മിസ്സായി പോയതല്ല. ഇപ്പോൾ ഒരാൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ എന്താണ് ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല സെലക്ട് ചെയ്യേണ്ടത്, നമ്മളുടെ പാഷനും കൂടി നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, AI ഉണ്ട്, ഒരുപാട് ഇതുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം എനിക്ക് പറ്റിയ കോഴ്സാണെന്നുള്ള സെലക്ട് ചെയ്യാനും നമുക്ക് തന്നെ സ്വന്തം ഇത് ചെയ്യാം. ഇനി അതുമല്ല ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് മീറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സും വന്നിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവനാൻ്റെ പാഷൻ, ഇത് എനിക്ക് പറ്റിയ ജോലിയാണോ എന്നുള്ളതും കൂടി നോക്കിയിട്ട് സെലക്ട് ചെയ്യാതല്ല. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കെന്തുണ്ടാവും, അവിടെ ഡെഡിക്കേഷനുള്ള ഇതുണ്ടാവും, ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറെ ഒന്നുണ്ട്, ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു എന്നുള്ളത്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% ഡെഡിക്കേഷൻ കൊടുക്കാതല്ല. പിന്നെ അതേപോലെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഉദ്ദേശിച്ചത് ക്വാളിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് മോണിറ്ററി നോക്കരുത്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നോളജാണ് നോക്കേണ്ടത്. കാരണം മാക്സിമം എക്സ്പീരിയൻസ് ആക്കുക എന്നുള്ളതാണ്. വൺസ് നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, ക്യാഷിൻ്റെ കാര്യം പിന്നെ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, തുടക്കത്തിൽ മാത്രം ഉണ്ടാവും. ഞാൻ ഇതിൽ തന്നെ ചേർത്ത് പറയാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് CS ആണ്, പ്രൊഫഷണൽസ് ആണ്, വർക്കിംഗ് ആണ്. ഒരു കുട്ടി നിങ്ങളിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ നമ്മൾ CS ആകർഷിക്കാൻ അവനോട് പറയേണ്ട ഒരു സ്റ്റാറ്റസ്, ലൈക്ക് അവന് എന്ത് കണ്ടിട്ടായിരിക്കണം അവൻ അട്രാക്റ്റഡ് ആവേണ്ടത് ശരിക്കും. നിങ്ങൾ അനുഭവിച്ച ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ലൈഫിൽ നിന്ന് ഒരുപാട് സ്ട്രഗിൾസ് നിന്ന് വന്നതാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഒരു എൻട്രിച്ച് ഉണ്ട്. ഏതാണ് മച്ച് സാറ്റിസ്ഫാക്ടറി പോയിന്റ് ഒരു CS-കാരൻ്റെ? പവർ. ഗുഡ് ഗുഡ്. അതായത് നമ്മുടെ വോയിസിനുള്ള പവറാണ്. ഇപ്പം ഇന്നിപ്പോൾ ഒരു ബിസിനസ് നമ്മളോട് ഇന്നത് ചെയ്യട്ടെ മാം എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ യെസ് അത് ചെയ്യൂ, അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങളത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, എഗെയിൻസ്റ്റ് ദ ലോ ആണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. കൊടുക്കുന്നത് അവർ റെസ്പെക്ട് ചെയ്യും. അതാണ് പ്രൊഫഷന്റെ പവറാണ്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്നിടത്ത് പെട്ടെന്ന് പാസ്സായി കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു ഷിഫ്റ്റാണ് വരുന്നത്. അതിൽ ആ ഒരു പൊസിഷൻ പെട്ടെന്ന് ചേഞ്ച് ആവും. അതായത് നമ്മളെ കല്യാണം കഴിക്കുന്ന കോമാല് അതിലെന്താന്ന് വെച്ചാല് നമ്മളെ പറയുന്നത് ഇപ്പൊ നമ്മുടെ പ്രാക്ടീസിങ് ആണെങ്കിൽ ക്ലയന്റ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അത് അവർ കേൾക്കും. ഇനി അങ്ങനെ കേൾക്കാത്തതാണെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് മാറാനും ഉള്ളൊരു ഓപ്ഷനാണ് ഈ പ്രൊഫഷൻ. ഇതിൽ ഞാനൊരു സാധനം ഇടയതോട്ടെ, എൻ്റെ മുമ്പിൽ കേരളത്തിലെ വലിയ ഒരു അന്വേഷണ വിഭാഗമാണ് ED, എൻഫോഴ്സ്മെൻറ്റ്. ഈ പലരും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ആണല്ലോ ED വിധേയമാവുന്നത്. EDയുടെ മുമ്പിൽ ഒരു CS-കാരന് പോയി ഇരിക്കാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്? CS ഇപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ഇഷ്യൂസിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടെടുത്ത് ഒരു EDയുടെ മുമ്പിലേക്ക് ഒരു CS-കാരൻ അതിൻ്റെ ലോസ് ഒക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ മുന്നിൽ ഇരിക്കാൻ പറ്റും ഈ നമ്മുടെ ക്ലയൻറ്റിന് വേണ്ടി. നമ്മളവിടെ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റിലുള്ള കമ്പനി സെക്രട്ടറിക്ക് പോവാം. അതിനുള്ള പവർ നമ്മുടെ കമ്പനി സെക്രട്ടറിയിലുണ്ട്. എയർ അതോറിറ്റിൻ്റെ മുന്നിലുള്ള ആ ഒരു പവറാണ്. ഇപ്പോൾ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലയൻ്റ് ആണെങ്കിലും ഇപ്പോൾ ചില കേസിൽ PWDൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതോറിറ്റിയിലെ ലൈസൻസ് ഇവർക്കൊന്നും ചില പ്രൊസീജിയർ കാര്യങ്ങൾ അറിയില്ലാവില്ല. അവർക്ക് സെറ്റ് ഓഫ് സംഗതികളുണ്ടാവും. അപ്പോൾ ക്ലയൻ്റ് LP അവിടെ നിന്ന് വിളിക്കുമതല്ല. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് അറിയാണ് ഇന്നതാണ് ഇന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്.
അപ്പോൾ ആ ഒരു പവർ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ ഈവൻ ഇപ്പം ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാല് CS is only for company law. കമ്പനി മാത്രമല്ല, ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് കമ്പനി ലോ മാത്രമല്ല, എനി ലീഗൽ കംപ്ലയൻസ്. അതായത് നമ്മൾക്ക് ഒരു കമ്പനീന്റെ ലീഗൽ വേൾഡിലേക്കുള്ള ഫുൾ എൻട്രി ആണ് ഈ CS എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നത്. ആക്ച്വലി ഇപ്പം സിഞ്ചു ആണെങ്കിലും ഫെമയാണ് കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എക്സ്പോർട്ട് അങ്ങനത്തെ സെസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ വേറെ നമ്മുടെ ഒരു കൊളീഗ് ഉണ്ട്, കമ്പനി സെക്രട്ടറി തന്നെയാണ്. അവർ പോഷാണ് ചെയ്യാറ്. പോഷ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് സെക്സ്വൽ ഹറാസ്മെന്റ്, അങ്ങനത്തെ ട്രെയിനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോൾ ഒരു ഫോറിൻ ആക്ച്വലി നമുക്കൊരു എക്സ്റ്റേണൽ മെമ്പർ ആവാം. CS-ന് പോഷിൻ്റെ ഒരു എക്സ്റ്റേണൽ മെമ്പർ ആവാം. പിന്നെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കാം. പിന്നെ പോഷിൻ്റെ കമ്പനീൻ്റെ പോളിസി ഇത് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അവിടുത്തെ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. എല്ലാ ആക്ടിലും ഞാൻ പറഞ്ഞ പോഷൻ മാത്രമല്ല, ഐ മീൻ കമ്പനിയിലോ മാത്രമല്ല. ഇപ്പം വേറെ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ വൈഫും ക്വാളിഫൈഡ് CS ആണ്. അപ്പോൾ അവരാണെങ്കിൽ വാല്യുവേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കമ്പനിയിലോ അങ്ങനത്തേലല്ല. സോ CS-ന് അത്രയും വൈഡ് ഏരിയാസ് ഉണ്ട്. വൈഡ് ഏരിയ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. കാരണം നമുക്ക് എന്താ പറയുക, അത്രയും നമ്മൾ ലോസ് പഠിച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി, വെൻ യു സീ ടു ദ കമ്പനീസ് ആക്ട് മാത്രമല്ല അവിടെ പ്രിവെയിൽ ചെയ്യുന്നത്. ഇപ്പം അവിടെ എംപ്ലോയ്മെൻറ്റിൽ ലേബർ ലോ വരുന്നുണ്ട്, ഇൻകം ടാക്സ് വരുന്നുണ്ട്, അപ്പം ഇൻകം ടാക്സ് ആക്ട്, GST വരുന്നുണ്ട്. ഇപ്പം സോ നമ്മൾ അതിലുള്ള എല്ലാ വി ആർ ടച്ച് ടു ദ ഓൾ ദ ലീഗൽ കംപ്ലയൻസ് ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് ഓൺ ദ കമ്പനി. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഏത് ഒരു കമ്പനിക്ക് എന്തൊരു ആക്ട് വന്നാലും അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഉദാഹരണത്തിന് അടുത്തത് ഇപ്പോൾ വരാൻ പോകും, നമ്മളിപ്പം ചർച്ച ചെയ്യാവുന്നൊരു സംഭവമായിരുന്നു ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വരാൻ പോകുന്നതാണ്. അപ്പം അതും നമ്മൾക്കൊരു സ്കോപ്പാണ്. അല്ല, അതിൽ ഒരു ചെറിയ സെക്ഷൻസ് മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഇനി അടുത്ത 18 മന്ത്സിനുള്ളിൽ ഇംപ്ലിമെന്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാ ഏരിയയും നമുക്ക് ഒരു കമ്പനിക്ക് അപ്ലിക്കബിൾ ആയിട്ട് ഏത് ആക്ട് വേണമെങ്കിലും നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. അതായത് കമ്പനിയുമായിട്ട് ഇന്റർറിലേറ്റഡ് ആയി വരുന്ന ഏത് ലോ പാർട്ടിലും നമുക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത്. ഈവൻ ദോ കമ്പനി അല്ല, LLP, ഇപ്പോൾ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറീസ് ദേ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ LLP രജിസ്ട്രേഷൻസ്, LLP കംപ്ലയൻസസ് എല്ലാം ചെയ്യും. പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ, പാർട്ട്ണർഷിപ്പിന് വേണ്ടുന്ന ഗൈഡൻസ് എല്ലാം കമ്പനി ഇത് ചെയ്യാം. ആൻഡ് ഓൾസോ ട്രേഡ് മാർക്സ്, കമ്പനിക്ക് ഇപ്പോൾ ട്രേഡ് മാർക്ക് ദ കമ്പനി സെക്രട്ടറീസ് ക്യാൻ ബി എ ട്രേഡ് മാർക്ക്. കമ്പനി സെക്രട്ടറി പാസ്സായാൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സാം ചെയ്താൽ തന്നെ നമുക്ക് ട്രേഡ് മാർക്ക് ഏജന്റ് ആവാൻ പറ്റും. ഇനി ഇതിൻ്റെ വേറൊരു സൈഡ് പ്രൊഫഷനിലേക്ക് തന്നെ വരുമ്പോൾ ഇപ്പോൾ CA, CS, CMA 3 എണ്ണം ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. എന്തുകൊണ്ട് ഈ 3 തന്നെ അങ്ങനെ നിൽക്കുന്നു? അതും കുട്ടികൾക്ക് ഇതിൽ CS-നായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ CAക്ക് ഒരു ഫൈനാൻസ് ഓഡിറ്റ് ആണെങ്കിൽ, ലൈക്ക് CMAക്ക് ഒരു കോസ്റ്റ് ഓഡിറ്റ് ആണെങ്കിൽ, ഞാൻ കേട്ട ടെർമിനോളജി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ് നമ്മുടെ ഭാഗം അല്ലേ? അല്ല, ചെറിയതൊരു സെക്രട്ടറി ഓഡിറ്റ് ആണ് വരുന്നത്. സെക്രട്ടറി അങ്ങനെയാണ്. എന്താണ് അതിൻ്റെ ഒരു ആംഗിൾ എന്താ ശരിക്കും? സെക്രട്ടറിയൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആക്ച്വലി ഒരു കമ്പനി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയിൽ ഏതൊക്കെ ലോസ് ഉണ്ടോ അതല്ല. ഇപ്പം ഞാൻ ട്രെയിനിങ് പീരീഡിലുള്ള സമയത്ത് ഞാൻ സെക്രട്ടറിയൽ ഓഡിറ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു മീഡിയ കമ്പനിയായിരുന്നു. സോ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോ, അപ്പം അതിൻ്റെ അടിയിൽ അവർ സ്ക്രോൾ ചെയ്യുന്ന അതുവരെ എൻ്റെ ലോ വരെ നമ്മൾ നോക്കണം. അതേ ഫോളോയിങ് ദാറ്റ്. പിന്നെ ഇപ്പം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ മീൻസ് ഫയർ ആക്സിഡൻറ്റ്സ് വരുമ്പോൾ അതിന്ന് വെള്ളം വരുന്നുണ്ടോ അതുവരെ നമ്മൾ നോക്കും. അതായത് ഈ പിന്നെ ഓരോ സ്ഥാപനം നടക്കുമ്പോൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇസ് പ്രൊവൈഡിങ് സർട്ടൺ നോംസ് പ്രൊവൈഡ് ചെയ്യും. സ്റ്റിൽ ദേ കംപ്ലൈഡ് ദാറ്റ്. അവർ 5 വർഷം കഴിഞ്ഞ് അത് റിന്യൂ ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് നോക്കും. ഇപ്പം ESIPF രജിസ്റ്റേർഡ് ആണോ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം. ഇപ്പോൾ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അറിയിക്കേണ്ടവരെ അറിയിക്കണം. അതായത് മിനിസ്ട്രിയിൽ ഓൾറെഡി അപ്രൂവൽ എടുത്താൽ മാത്രമേ, മിനിസ്ട്രി ഓഫ് ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്ങിൽ അപ്രൂവൽ എടുത്താൽ മാത്രമേ അവർക്ക് ഡയറക്ടർ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓൾറെഡി അവിടെ നിന്ന് അപ്രൂവൽ കിട്ടണം ഇവിടെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ. സോ അത് ചെയ്തിട്ടാണോ ഇവരിവിടെ ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ആർ ദേ കംപ്ലൈഡ് വിത്ത് ഓൾ ദ ലോസ്, അതാണ് സെക്രട്ടറിയൽ ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റ് ആനുവൽ റിട്ടേൺസ്, ആനുവൽ റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് MR3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്രട്ടറിയൽ റിപ്പോർട്ട് അതിലുണ്ടാവും. So that is the information to the shareholders that the company has complied all things.
അതാണ് പറഞ്ഞ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അത് റൺ ചെയ്യുന്ന ഫുള്ള് ബിസിനസ് ചെയ്യാൻ അവർക്കറിയാം. അതിൻ്റെ ബാക്കിയുള്ള ലോ പ്രകാരമാണോ പോകുന്നത് എന്നുള്ളത് നോക്കുന്ന ഒരാളാണ് ശരിക്കും അപ്പോൾ എവിടെയാണ് ഇത് സൈനിങ് അതോറിറ്റി എവിടെ വരുന്നത്? കമ്പനീസ് ആക്ടിൽ വരുന്നുണ്ട്, വേറെ ഫെമയിൽ വരുന്നുണ്ട്. അതാ ഫെമ അടുത്തൊരു വലിയ ഹ്യൂജ് സ്കോപ്പിൽ ചെയ്യാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൽ വലിയൊരു പാർട്ട് കമ്പനി സെക്രട്ടറിയാണ് മെയിനായിട്ട് അവിടെ ഡീൽ ചെയ്യുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബാക്ക്ബോൺ തന്നെ FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഇതിലൊരു ഫോം ഫയൽ ചെയ്യുമ്പോൾ എക്സ്ക്ലൂസീവ്ലി കമ്പനി സെക്രട്ടറിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട് എല്ലാ ലോസും കംപ്ലയൻസിൽ. വേറൊരു ഏരിയ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ നടന്ന, ഞാൻ കഴിഞ്ഞ ആഴ്ച വിശാഖപട്ടണത്ത് പോയിരുന്നു. ഇന്ത്യയിലെ ഫസ്റ്റ് റീജിയണൽ വർക്ക്ഷോപ്പാണ് ഐവിൻ, ലൈക്ക് അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വിൻഡോ ആണത്. ഓക്കെ, ഇത് പഞ്ചായത്തല്ല, അർബൻ സൈഡ് കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റിയൊക്കെ നെക്സ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വിൻഡോയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് അവരെന്നെ സ്വയം മുനിസിപ്പൽ ബോണ്ട് ഇറക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇവിടെയൊക്കെ ഒന്നെങ്കിൽ ആ ഒരു പാർട്ടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യേണ്ട CSR മേഖല, ഇതിനകത്തൊക്കെ എന്താണ് CSകാരുടെ ഒക്കെ റോള്, CSR കോർപ്പറേറ്റ് റിലേഷൻ ഇതിലൊക്കെ? ആക്ച്വലി അവിടെ എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയുടെ CSR ഫണ്ട് ആ കമ്പനി സെക്രട്ടറി എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ നോർമലി ആ എംപ്ലോയിഡ് ആയിട്ടുള്ള കമ്പനി സെക്രട്ടറി ആയിരിക്കും ആ പോളിസി ഡിസൈൻ ചെയ്യുന്നതും കൊടുക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ CSന്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, 10 crore മുകളിലുള്ള കമ്പനിയിലാണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. അപ്പോൾ താഴെയുള്ള കമ്പനികൾ ഒബ്വിയസ്ലി അവർ നമ്മളോട് ചോദിച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ഫുള്ള് ചെയ്യുന്നതും CSR പോളിസി ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും പൈസ കൊടുക്കുന്ന കറക്റ്റായിട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതൊക്കെ നോർമലി ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു അങ്ങനത്തേലും വരാൻ പോകുന്നേ ഉള്ളൂ. വന്നു കഴിയുമ്പോൾ അതിനകത്തൊരു വലിയൊരു ചാൻസ് അവിടെ ഉണ്ട്. പറഞ്ഞു തരാൻ പറ്റിയ ആളുകൾ അതിലൊരു സംഗതിയാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തല്ലോ. ഇപ്പോൾ ഇത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇതായിട്ട് വരുന്നതാണ് സോഷ്യൽ ഓഡിറ്റർ എന്നുള്ളത്. ഇപ്പോൾ CS ക്വാളിഫൈ ചെയ്ത്, അല്ലെങ്കിൽ CA ക്വാളിഫൈ ചെയ്ത്, അല്ലെങ്കിൽ CMA ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുക, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചെയ്യേണ്ട സംഗതിയാണ് സോഷ്യൽ ഓഡിറ്റർ. അപ്പോൾ അവരൊക്കെ മാനേജ് ചെയ്യുന്ന ഈ CSR ഫണ്ട് കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇനി അതും ഇപ്പോൾ മാൻഡേറ്ററി അല്ല, ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇപ്പം വിച്ച് കമ്പനി നീഡ്സ് എ ഡൊണേഷൻ അവരതിൽ ലിസ്റ്റ് ചെയ്യും. ആൻഡ് CSR പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് അവർ ലിസ്റ്റ് ചെയ്തത് പർച്ചേസ് ചെയ്യും. അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നു. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ഇനി വെരി സൂൺ നമ്മുടെ ഇന്ത്യയിൽ വരും. അത് തന്നെ ആയിരിക്കും ഈ മുനിസിപ്പാലിറ്റികൾക്കൊക്കെ യെസ്, അതാണ് ആയിരിക്കാം. ഇപ്പോൾ കറൻ്റ്ലി എന്ന് പറഞ്ഞാൽ CSR 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അധികം ഇപ്പോൾ ഫണ്ട് സ്വീകരിക്കാനുള്ളവർക്ക് അത് സ്വീകരിക്കാതല്ല. അപ്പോൾ അതിൽ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നോക്കുന്നതാണെങ്കിൽ CSR 1 ഫയൽ ചെയ്യുക, പിന്നെ ഇതിൽ ഗൈഡ് ചെയ്യുക. ഇപ്പോൾ ആ CSR സെക്ഷൻ 135 പ്രകാരമുള്ളത് മൊത്തം കംപ്ലൈൻറ്റ് ചെയ്തു എന്നുള്ളത് നോക്കാതല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? CS ആണതല്ല. നമ്മുടെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നൊരു കമ്പനി, ആക്ച്വലി എൻ്റെ കൊളീഗാണ് ഫുള്ള് നോക്കുന്നത് CSRൻ്റെ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു പലതും പറ്റാത്ത കാര്യങ്ങളാണ് പറയുക. ഇപ്പം അതായത് ഒരു കുട്ടിയുണ്ട്, അപ്പോൾ കുട്ടിക്ക് നല്ലോണം ഓടുന്നുണ്ട്, ഇപ്പോൾ ഒളിമ്പിക്സിൽ പോകണം, അപ്പോൾ അതിന് സംഭാവന കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ പല ഇതാണ് ചോദ്യങ്ങളാണ് വരിക. അപ്പം നമ്മളാണ് ശരിക്കും അത് ഗൈഡ് ചെയ്തിട്ട് അവരെങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ എവിടെ കൊടുക്കണം എന്ന് നമുക്ക് പറയാം എന്നുള്ളത് നോർമലി ഒരു കമ്പനി സെക്രട്ടറി ഒരു സെറ്റ് ഓഫ് തിങ്സ് പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ലോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് അവരെ ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഉള്ളത് ഒരു പ്രോപ്പർ പ്രൊഫഷൻ ശരിക്കും CS ആണ്. അതായത് നമ്മുടെ നാട്ടിൽ വരുന്ന സകല ലോ ബേസ്ഡ് ഇഷ്യൂസിലൊക്കെ ഒരു CSകാരന് റോൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാ കമ്പനിയും LLP ബന്ധപ്പെട്ട് ബിസിനസ്സായിട്ട് നടത്തുന്നവരുടെ ലോയില് ബിസിനസ്സായിട്ട് ബിസിനസ്സിൽ ഈവൻ അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രദ്ധിച്ചാലുണ്ട് CSന്റെ കോഴ്സിനെ ശ്രദ്ധിച്ചാലും അറിയാം. പണ്ടൊന്ന് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞൊരു ഇതില്ലേ, ഇപ്പോൾ അതൊരു സബ്ജക്റ്റാണ്. അതിലുള്ള മെയിനായിട്ട് പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ള സ്റ്റാർട്ട് ചെയ്യും. പ്രൊപ്പർട്ടിഷിപ്പ് മുതൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൽ പഠിപ്പിക്കുന്നത്. ഇനി അത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെ കൊണ്ടുപോയി നടക്കണം, ലേബർ ലോ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇനി എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് വരെ ആ ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് ക്ലോസ് ചെയ്യലും ഇമ്പോർട്ടൻ്റ് ആണല്ലോ നല്ല രീതിയിൽ. അതുവരെ ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട് CSന്റെ ഇൻ്ററിൽ. ഓക്കെ, ഇനി വേറൊരു പാട്ടിലേക്ക് പോവാം. നമ്മൾ CS ആവുന്നതിന് മുമ്പും CS ആയതിനു ശേഷമുള്ള ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ഒരു ചേഞ്ചസ് ആർക്കെങ്കിലും ഒന്നോ രണ്ടൊന്ന് ഹിറ്റ് ചെയ്യാം? ആക്ച്വലി നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മളുടെ വലിയ ചേഞ്ച് വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആക്ച്വലി നമ്മൾ ഇതിന് മുന്നേ ഒരുമിച്ചായിരുന്നു. ഇത് കഴിഞ്ഞിട്ടും
ഒരുമിച്ചാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വില ആക്ച്വലി നമ്മളൊരു ഫാമിലി പോലെയാണ്. ഫാമിലിയിലേക്ക് വരുമ്പോൾ ആ ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറച്ചുകൂടി എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് കിട്ടിയ ഒരു ഡിഫറൻസ്. ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻ്റ് ആണ്, പിന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റൻസ് ആണ്. ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിത് പാസ്സാവുന്നതിന് മുന്നേ ഒരു കാര്യം പറയുന്നതും പാസ്സായിട്ട് പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈവൻ തന്നെ എക്സാം പാസ്സായിട്ടുള്ളൂ, ചിലപ്പോൾ നമ്മൾ നോളജ് കുറച്ച് മുന്നേ ഒരേ ഇതായിരിക്കാം. പക്ഷേ CS എന്ന് പറയുന്നത് രണ്ട് കാര്യം. ഫസ്റ്റ് പറഞ്ഞാൽ കോൺഫിഡൻറ്റ്, ഒരു കാര്യം പറയുന്നുള്ള നമ്മൾ കോൺഫിഡൻറ്റ് ഭയങ്കരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് വേറെ തന്നെ ആയിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു റെക്കഗ്നീഷൻ, CS ആണ്, ഞാൻ ഇങ്ങനെ ഇത് പഠിച്ച് കഴിഞ്ഞ ഒരാളാണ്, അപ്പോൾ എനിക്കിത് പറയാൻ അർഹത ഉണ്ടെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഇതാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ്. വി ആർ ഓണേർഡ് എന്ന് നമുക്ക് തോന്നുന്നു. നമ്മളെ തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, വേറെ ആക്ച്വലി ഈ CS നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ CS എന്നുള്ളൊരു വേർഡ് നമുക്ക് പേരിന് മുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. രണ്ടക്ഷരത്തിന് പവറുണ്ട്. പ്രൗഡാണ് അതല്ല. ബിക്കോസ് എല്ലാവരുടെ ചിന്തയിലും ഭയങ്കര കോഴ്സാണ് അത്, 1% ഓൾ ഇന്ത്യ ലെവലിൽ പാസ്സാവുന്നു. സോ യു ഗോട്ട് ഇറ്റ്, അങ്ങനെയുള്ള ഒരു റെസ്പെക്റ്റും. ഓക്കെ, ഞാൻ അതിൻ്റെ ആഡ് ചെയ്തോട്ടെ. ഇപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചു, ഇപ്പോൾ ഒരു പുതിയൊരു കുട്ടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്താണ് ഹൗ ടു സ്റ്റഡി CS, വാട്ട്സ് സ്ട്രക്ചർ? അതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഡിഗ്രി കഴിയാത്തൊരു കുട്ടിയാണെങ്കിൽ CSCET എൻട്രൻസ് ആണ് വരുന്നത്. +2 കഴിഞ്ഞിട്ടാണ് എൻട്രൻസ് ആണ് വരുന്നത്. ഇപ്പോൾ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 സബ്ജക്റ്റ് എൻട്രൻസിൽ വരുന്നത്. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എക്സിക്യൂട്ടീവ് ആണല്ലോ. എക്സിക്യൂട്ടീവിൽ 2 ഗ്രൂപ്പ് ഉണ്ട്, മൊഡ്യൂൾ 1 ഉണ്ട്, മൊഡ്യൂൾ എന്ന് പറയാം. മൊഡ്യൂൾ 1 എക്സിക്യൂട്ടീവിലേക്ക് വേണം എൻട്രൻസ് ചെയ്താതെ വരാം. ഡിഗ്രിയിൽ 50% എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി ചെയ്തല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ മൊഡ്യൂൾ 1 ഉണ്ട്, മൊഡ്യൂൾ 2 ഉണ്ട്, അല്ല 2 ഇതുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഇൻഡിവിജ്വലി പാസ്സാവാൻ 40% മതി. പക്ഷേ ഒരു മോഡ്യൂളിൽ മൊത്തം വരുന്നത് 4 പേപ്പറോ അല്ലെങ്കിൽ 3 പേപ്പറോ ആയിരിക്കും. അപ്പോൾ അത് അഗ്രഗേറ്റ് വരുന്നത് 50%. എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ അതിൽ 40 കിട്ടിയാൽ പാസ്സാവും. അപ്പോൾ 4 സബ്ജക്റ്റും കൂടിയിട്ട് എത്ര വരണോ? 200 വരണതല്ല, 50 വരണം. അതേപോലെ തന്നെയാണ് നമ്മൾ 2 മോഡ്യൂളും കൂടി എഴുതുകയാണെങ്കിൽ ടോട്ടൽ ഇപ്പോൾ 7 സബ്ജക്റ്റ്, ഇപ്പോൾ കറൻറ്റ്ലി 7 സബ്ജക്റ്റാണ് വരുന്നത് മോഡ്യൂൾ എക്സിക്യൂട്ടീവിന്. അപ്പോൾ നമുക്ക് വെച്ചാൽ 350 വരണം ഇത്. അതേപോലെ തന്നെയാണ് അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഫൈനൽ സ്റ്റേജ്, അതാ പ്രൊഫഷണൽ പ്രോഗ്രാം വരുമല്ലോ. ഇതും അവിടെ 7 സബ്ജക്റ്റാണ്. ഇതേപോലെ തന്നെ അവിടെ 2 ഓപ്പൺ ബുക്കൊക്കെ ഉണ്ട്, സെലക്റ്റീവ് ഇതൊക്കെ ഉണ്ട്. ഇത് 5 വർഷമാകുന്ന സമയത്ത് സിലബസ് ബുക്ക് എക്സാം ഇതിന്റെ ഫൈനലുണ്ട്. ആ ബുക്ക് നോക്കിയിട്ട് എഴുതാനുള്ളൂ. നടക്കോ? വേറെ ബുക്ക് നോക്കി ഇരുന്നതിലാണ് അധികം ആൾക്കാരും പൊട്ടല്. ബുക്ക് അല്ല, ഇതിലെനിക്കൊരു ഒരു ഉദാഹരണം ഉണ്ട്. ഞാനും തന്നെ, നിങ്ങൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ പോലെ ചെസ്സിന്റെ നാഷണൽ ആർബിറ്ററാണ്. അപ്പോൾ ഞാനത് തമിഴ്നാടാണ് എക്സാം എഴുതിയത്. ആ സമയത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു, ലാസ്റ്റ് സെഷനിൽ ബുക്ക് വെച്ചിട്ട് എഴുതാമെന്നുള്ള. ഇതിൻ്റെ ഒരു പുസ്തകം കിട്ടുന്നതോടുകൂടി സമയം കൊണ്ട് പോകും. ഇത് കറക്റ്റ് നമുക്ക് ആ അതിൻ്റെ കണക്ഷൻസ് ഒക്കെ അറിയുമെങ്കിലേ ഇൻ ബിറ്റ്വീൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ ഓപ്പൺ ബുക്ക് എക്സാം ഇതിനകത്ത് ഉണ്ട്, 2 പേപ്പർ ഉണ്ട്. ഓക്കെ, 2 പേപ്പർ. പിന്നെ ട്രെയിനിങ് പാർട്ടും കൂടെ അല്ലേ? അതെ, അതിൽ വരുന്ന ചിലപ്പോൾ ഇതിന് എക്സിക്യൂട്ടീവ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TDOP എന്ന് പറഞ്ഞിട്ട് 3 ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററും നമ്മൾ അറ്റൻഡ് ചെയ്യണം. 3 ദിവസത്തെ പ്രോഗ്രാം. അത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇനി എക്സാം വൺസ് പാസ്സായി കഴിഞ്ഞാൽ EDP എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. EDP എന്നല്ലേ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ EDP അത് 15 ഡേയ്സ് ഉണ്ട്. 15 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. പ്രാക്ടിക്കൽ ട്രെയിനിങ് വരുന്നത് 21 months ആണ്. 21 monthsൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് CLDP ആണ്. CLDP 2 ടൈപ്പ് ഉണ്ട്. CLDP എന്ന് പറഞ്ഞാൽ പണ്ട് MSOP ഒക്കെ ആണ്, ഇപ്പോൾ CLDP ആണ്. CLDPയിൽ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ നോൺ റെസിഡൻഷ്യലാണ്. ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ചെന്നൈ അവിടുത്തെ ഒക്കെ പോയിട്ട് നമ്മൾ നോൺ റെസിഡൻഷ്യലായിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ല. താമസിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 ദിവസം ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ CLDP തന്നെ റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്നിട്ട് അത് CCGRT എന്ന് പറയും. ഇതല്ല, ഇതിൻ്റെ തന്നെ ഒരു റിസർച്ച് ഒക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അപ്പോൾ CCGRT നമ്മൾ ചെയ്യണതല്ല. അപ്പോൾ CCGRT പറഞ്ഞാൽ മുംബൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, അങ്ങനെ ഡൽഹി ഉണ്ട്. മാൻഡേറ്ററി ആണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പോൾ 15 ഡേയ്സ് എന്ത് ചെയ്യണം, നോൺ റെസിഡൻഷ്യൽ ചെയ്യണം. 15 ഡേയ്സ് എന്ത് ചെയ്യണം, റെസിഡൻഷ്യലും ചെയ്യണം. ഇത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും, മെമ്പർഷിപ്പ് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, സോ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. അതായത് ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ എൻട്രൻസിലേക്ക് പോകണം, CSEET അല്ലേ. ഓക്കെ, ദെൻ ഡിഗ്രി ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് എക്സിക്യൂട്ടീവിലേക്ക് പോകാൻ പറ്റും. 50% മാർക്ക് എക്സിക്യൂട്ടീവിലേക്ക് പോകാൻ പറ്റും. ഈ എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ 3 days ട്രെയിനിങ്, 15 എക്സിക്യൂട്ടീവിന് മുന്നേ
എക്സിക്യൂട്ടീവ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് രജിസ്റ്റർ ചെയ്തത് മുതൽ നമുക്കത് ഈ 3 days പ്രോഗ്രാം ചെയ്യണം. ഓക്കെ. എന്നാൽ അത്ര എക്സാം എഴുതാനുള്ളൂ. ഓക്കെ. എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ EDP 15 days. 15 days, അതായത് ഈ എക്സിക്യൂട്ടീവ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം 15 days. 15 days. അത് അതിനോടൊപ്പം തന്നെയാണ് 21 മന്തും വരുന്നത്. 21 മന്ത്. അത് കഴിഞ്ഞാൽ 21 മന്ത് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 30 days CLDP. അതിൽ 15 days നോൺ റെസിഡൻഷ്യലും 15 days റെസിഡൻഷ്യലും. അതിലൊരു കാര്യം ആടിയാണ്, ഈ CSCTൻ്റെ റിസൾട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ആ CSCT നെഗറ്റീവ് മാർക്സ് ഇല്ല, ഒബ്ജക്റ്റീവ് ആണ്. അപ്പം അത് കിട്ടിക്കഴിയുമ്പം ആയി എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ എക്സിക്യൂട്ടീവ് ഫൈനലും അതല്ല, അത്യാവശ്യം നല്ലോണം നോക്കിയാലേ കിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഈ ഇത് മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് ലെവലിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ മെറ്റീരിയലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ഓവറോൾ നോളജാണ് കിട്ടുക. അപ്പോൾ ഫൈനലിൽ വേണ്ടതെന്ന് വെച്ചാൽ എക്സ്പേർട്ട് ലെവലാണ് വേണ്ടത്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് സബ്ജക്ട് നോളജ് കിട്ടുമതല്ല. എക്സ്പേർട്ട് ലെവൽ നോളജാണിത് നമുക്ക് പ്രൊഫഷണൽ ലെവലിൽ കിട്ടുകയതല്ല. അപ്പോൾ ആ നോളജിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എത്തണം. വൺസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്താണ് ബോർഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇത് എത്താൻ എന്ത് ചെയ്യും, നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ആദ്യം തന്നെ പറഞ്ഞ പോലെ 100% ഡെഡിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊക്കെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെന്ത് ചെയ്യണം, 3 പ്രാവശ്യം അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഇത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഫസ്റ്റ് സബ്ജക്റ്റ് മനസ്സിലാക്കണം, ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കണം, പിന്നെ സബ്ജക്റ്റ് റിവിഷൻ ചെയ്യണം, പിന്നെ എക്സാമിൻ്റെ തലേന്ന് എന്ത് ചെയ്യണം, ഫുള്ള് സബ്ജക്റ്റും പഠിക്കണം. ഇത് മിനിമമാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു 50 റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടുള്ളൂ. തെളിയുള്ളൂ. എത്രയോ റിവിഷൻ ഇപ്പോൾ നമ്മളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നപ്പോൾ, വൈഫ്മാരൊക്കെ പഠിപ്പിക്കുന്നപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് അവർക്കിപ്പോൾ നല്ല മാർക്ക് ഉണ്ട്. അല്ല അത് അവിടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ കുട്ടികളെ അവർ പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ വൈഫാണെങ്കിൽ പഠിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതിൽ. കാരണം വെച്ചാൽ അതിൻ്റെ മുന്നേ അവരെന്ത് ചെയ്യും, പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, കാണാതെ പറയണം. അതിലൊരു തെറ്റ് പറ്റിയപ്പോൾ വീണ്ടും നീ പോയി പഠിക്കാൻ പറയും. പഠിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും നീ അത് റിവിഷൻ താക്കിയിട്ട് ഫുള്ള് ഇതാക്കും. എന്നിട്ട് തലേന്ന് അവരെ കൊണ്ട് ഫുള്ള് പറയിപ്പിക്കും. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ടില്ലേ, ഒരു എക്സാമിന് പോകുന്നതിന് മുന്നേ അവരെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പൊരിഞ്ഞ ചീത്തയാണ് അല്ലേ. ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ അവർക്ക് ഫുൾ മാർക്ക് വരുന്നുണ്ട്. അതേ ഒരു തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഇവിടെ ആരും ഗൈഡ് ചെയ്യാനില്ല, നമ്മൾ സെൽഫായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അത് ഇങ്ങനെ 1 2 3 4 ടൈംസ് റിവൈസ് ചെയ്യുമ്പോൾ ശരിക്കും ക്ലാരിറ്റി വരുന്നത് അപ്പോഴാണ്. ഈ ലോൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺസ് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചില്ല, പിന്നെ ഇത് നമ്മൾ റിവൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം റിവൈസ് ചെയ്യണം. അതിൽ പറഞ്ഞല്ലോ ഇവന് ഒരു പേരും കൂടി ഉണ്ട്, സെക്ഷൻ ജോർജ് എന്ന് പറഞ്ഞ പേരുണ്ട് കേരളത്തിൽ ഫേമസ്. പഠിക്കുന്ന സമയത്ത് ഹി വാസ് എ ഗജനി. അതായത് ഇപ്പൊ കാറൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ നമ്പർ പ്ലേറ്റില് നമ്പർ വെച്ച് സെക്ഷൻ കണക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ചെറിയ പഠിക്കുന്ന ടൈമിൽ ഇവന്റെ ഇവന്റെ ഫ്ലാറ്റ് പോയപ്പോ മൊത്തം സെക്ഷൻസും കാര്യങ്ങളെല്ലാം മതിൽമേൽ. അല്ല അത് ഓരോരുത്തർക്ക് പഠിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ലേ. ഇവന്റെ പഠിക്കുന്ന ടൈമിൽ, സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഇവന്റെ ഫ്ലാറ്റിൽ പോയപ്പോൾ ഈ പഠിക്കുന്ന സെക്ഷൻസും കാര്യങ്ങളെല്ലാം മൊത്തം പേപ്പറിൽ എഴുതി ഒട്ടിച്ച് പഠിക്കാനുള്ള രീതി ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുക ജോർജ്, ഈ CS പ്രത്യേകിച്ച് എടുക്കുന്ന ഒരാളുടെ ഒരു മുമ്പിൽ ചില പെൺകുട്ടികൾ ഭയങ്കര ലോ ആണ്, തിയറിയാണ്, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, എന്താ അതിനൊരു ഉത്തരം? ആരെക്കൊണ്ടും പറ്റും, ആരെക്കൊണ്ടും പറ്റും. അതാണ് അതിനകത്ത്. അതിന് ഉത്തരം ഞാൻ പറയാതല്ല. ശരിക്കും ഞാൻ ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞില്ല തന്നെ. പക്ഷെ എനിക്ക് എക്സംഷൻ കിട്ടിയത് മൊത്തം തിയറി പേപ്പറിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ല. പിന്നെ ഇത് തിയറി എന്നാണ് പറയാൻ വയ്യ, ഇത് ലോ അല്ലേ. ലോ എന്ന് പറഞ്ഞാൽ തിയറി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് എടുക്കാൻ പറ്റില്ല. അതൊരു പ്രാക്ടിക്കലായ സംഗതിയാണ്. വൺസ് അതന്നെ അതിൽ വൺസ് നമുക്ക് എന്ന് വെച്ചാൽ ഇതിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. ആ പേപ്പർ ശരിക്കും ഭയങ്കര സംഗതിയാണ്. കാരണം ആ പേപ്പർ നമുക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു കോമ ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാതല്ലേ. ഒരു കോമക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസമൊക്കെ വെച്ച് കച്ചറ ഉണ്ടാക്കിയാൽ വേറൊരു എക്സ്പീരിയൻസ് പറയാല്ലേ. നമ്മൾ ഇന്ത്യൻ നമ്മൾ CS പഠിക്കുമ്പോഴാണ് ഇങ്ങനെ. നമ്മൾ UK ഒക്കെ എഴുതുമ്പോൾ അവിടുത്തെ വരുന്നത് എൻ്റെ ഡിഫറെന്റാ. അങ്ങനെയാണെങ്കിൽ ആ സൈഡും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് ഇന്ത്യൻ CS എടുത്ത ഒരാൾക്ക് അതിന്റെ ഒരു ഇന്റർനാഷണൽ കോഴ്സ് അഫിലിയേഷൻസ് ഒക്കെ 2 ഇയർ കഴിഞ്ഞാൽ 2 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് UK CS എഴുതാൻ പറ്റും. UK CS എന്ന് പറഞ്ഞാൽ UK തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല. UK, ഓസ്ട്രേലിയ, കാനഡ,
മലേഷ്യ, സിംബാബ്വെ ഇത്തരം രാജ്യങ്ങൾ ഇത് വാലിഡ് ആണ്. കാനഡ വാലിഡ് ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നമുക്ക് അവിടുത്തെ ചാർട്ടേഡ് സെക്രട്ടറി എഴുതാം. അത് എഴുതി പാസ് ആവുകയാണെങ്കിൽ ഈ രാജ്യങ്ങളിലെല്ലാം അത് വാലിഡ് ആണ്. പിന്നെ നമ്മൾ എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യം വരില്ല. പക്ഷേ ഈ എക്സാം എഴുതാൻ ആക്ച്വലി 21 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ 18 പേപ്പേഴ്സും എക്സെപ്റ്റഡ് ആണ്. വെറും 3 പേപ്പർ എഴുതിയാൽ മതി. അത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ എഴുതാം. ആക്ച്വലി നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എഴുതാം. കാരണം അപ്പോൾ അത്രയും രാജ്യങ്ങളിൽ അവരുടെ കമ്പനി സെക്രട്ടറിയും കൂടെ ആയിട്ട് ചാർട്ടേഡ് സെക്രട്ടറി നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ആ 3 പേപ്പേഴ്സ് എഴുതി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താവും ചാർട്ടേഡ് സെക്രട്ടറി ആവാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു CS-ൻ്റെ ഒരു മറ്റൊരു സൈഡ്, ഒരു പോസ്റ്റ് ക്വാളിഫിക്കേഷൻസും അതുപോലെ ഒരു ഇൻ്റർനാഷണൽ സൈഡ്, ഇതിനൊരു ഇന്ത്യൻ CS എടുത്ത ഒരാൾക്ക് ഇൻ്റർനാഷണൽ സൈഡ് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ, പോസ്റ്റ് ക്വാളിഫിക്കേഷൻസ്? ഇൻ്റർനാഷണലിൻ്റെ പറയാം. നമ്മൾ ഇന്ത്യൻ CS കഴിഞ്ഞിട്ട് 2 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് UK CS എഴുതാൻ പറ്റും. ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ICSIയും ICSIയും തമ്മിൽ ടൈപ്പ് ഉണ്ട്. ICSI എന്ന് പറഞ്ഞാൽ നമ്മുടെ UK, ഓസ്ട്രേലിയ, കാനഡ, സിംബാബ്വെ ഈ രാജ്യങ്ങളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത്രയും രാജ്യങ്ങളിൽ മലേഷ്യ, അതായത് കോമൺവെൽത്ത് കൺട്രീസിലാണ്. കാനഡ അടക്കമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ 2 ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മൾ അതിൽ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അവിടെ 21 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ 18 പേപ്പേഴ്സ് നമുക്ക് എക്സംഷൻ കിട്ടും. വേറെ 3 പേപ്പർ എഴുതിയാൽ നമുക്ക് ചാർട്ടേഡ് സെക്രട്ടറി ആവാം. ചാർട്ടേഡ് സെക്രട്ടറി ആക്ച്വലി പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ആക്ച്വലി ചാർട്ടേഡ് സെക്രട്ടറി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ് അവിടെ ചാർട്ടേഡ് സെക്രട്ടറി ആയിട്ട് വർക്കിന് പോയിട്ട് ഇന്നലെ ബെസ്റ്റ് ഗവർണൻസ് പ്രൊഫഷണലിൻ്റെ അവാർഡിന് നോമിനേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. യുകെയില് ഇന്ത്യക്കാരിയാണ്. മലയാളിയാണോ? അല്ലല്ല, ഹിന്ദിക്കാരിയാണ്. ആക്ച്വലി നമുക്ക് പരിചയം വന്നത് നമ്മൾ ചാർട്ടേഡ് സെക്രട്ടറി ചെയ്യുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് പരിചയം വന്നത്. അല്ല, അപ്പോൾ ആ രാജ്യത്തിന്റെ ഗവേണൻസ് കംപ്ലൈൻസസ് ഒക്കെ നമ്മൾ ആ 3 പേപ്പേഴ്സിൽ കവർ ചെയ്യും. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ലോ കുറേ നമ്മളെ UK ലോന്ന് എടുത്തിട്ടുള്ളതാണ്. ഇപ്പം കമ്പനീസ് ആയിട്ട് നോക്കുകയാണെങ്കിലും 1956 ആക്ട് ഒക്കെ UK ആക്ടിന്റെ ഏകദേശം അതേപോലെ തന്നെ ഇൻസ്പയർഡ് ആണ്. ഇപ്പം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞാനൊക്കെ ചാർട്ടേഡ് സെക്രട്ടറി പഠിക്കുമ്പോൾ സ്റ്റ്യൂവർഡ്ഷിപ്പ് കോഡൊക്കെ പഠിക്കാണ്ട് ഒന്നുമില്ല. ആ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ UK ആയിരുന്നു ഇൻസ്പയർഡ് ആയിട്ട് നമ്മളിപ്പം വരുന്നതേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പം അപ്ഡേറ്റ് ആയി വരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിനെ സമ്മപ്പ് ചെയ്യാൻ, ഒരു CS-കാരന് ഇന്റർനാഷണലി പല രാജ്യങ്ങളും വിദേശ രാജ്യത്തും ജോലി ചെയ്യാം. ഈ ചാർട്ടേഡ് സെക്രട്ടറി എടുക്കുകയാണെങ്കിൽ നമുക്ക് UK അങ്ങോട്ടൊക്കെ നമുക്ക് ജോലി സാധ്യത നല്ലോണം ഉണ്ട്. അപ്പം നമ്മളെ 2-3 ഫ്രണ്ട്സ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം പിന്നെ ദുബായിൽ അങ്ങനത്തെ സാധ്യതയുണ്ട്. അതിന് പക്ഷേ നമ്മൾ ചാർട്ടേഡ് സെക്രട്ടറി വേണ്ട, നമ്മൾ ഇന്ത്യൻ CS വെച്ചിട്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കംപ്ലൈൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ചോദിച്ചതിൽ ആക്ച്വലി നമ്മൾ ഇന്ത്യൻ CS കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റേർഡ് വാല്യൂറിൻ്റെ എക്സാം എഴുതാം. അപ്പോൾ വാല്യുവേഷൻ ഇന്ത്യയിൽ ഇപ്പം റെഗുലേറ്റ് ചെയ്യുന്നത് IBBA ആണ്. ഇപ്പം മെയിനായിട്ട് പണ്ട് വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അബോളിഷ് ചെയ്ത് അതും കൂടി ഇൻകം ടാക്സ് ആക്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം 3 ഏരിയാസാണ് അവിടെ ഉള്ളത്: ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മിഷനറി, സെക്യൂരിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പോൾ ഈ ഷെയർ, ഗുഡ് വിൽ അങ്ങനത്തെ എല്ലാം വാല്യൂ ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സിലാണ് വരുന്നത്. അത് എഴുതാൻ പറ്റുന്നത് ഒരു CS അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CMA 3 ഇയർ എക്സ്പീരിയൻസ് ആയവർക്ക് നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അത് പാസ്സായി കഴിഞ്ഞാൽ വാല്യുവേഷൻ ഹ്യൂജ് സ്കോപ്പുള്ളൊരു ഏരിയയാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുനിസിപ്പൽ ബോണ്ട് ഇറക്കണമെങ്കിൽ ആദ്യം അസറ്റ് വാല്യുവേഷൻ നടത്തണം മുനിസിപ്പാലിറ്റി. അത് തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമതൊരു ഇത് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് CS പാസ്സായ ട്രേഡ് മാർക്ക് ഏജന്റ് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും, എക്സാം ഒന്നും എഴുതണ്ട. പിന്നെ നമുക്ക് സോഷ്യൽ ഓഡിറ്റർ ആവാം. അതായത് നമ്മളൊരു CSR ഫണ്ടൊക്കെ ഇവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് എത്രത്തോളം അതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് നമ്മൾ നോക്കുന്നത് ഒരു സോഷ്യൽ ഓഡിറ്റർ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ അത് ടോപ്പ് കമ്പനീസിന് മാത്രമേ വരുന്നുള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ താഴോട്ട് CSR സ്പെൻഡ് ചെയ്യുന്ന കമ്പനീസിനെല്ലാം അത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു സാധ്യതയുള്ള 10 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസോൾവൻസി പ്രൊഫഷണൽ ആവാം. ഓക്കെ, അതായത് നമ്മുടെ ഈ കമ്പനി ഇപ്പോൾ വൈൻഡപ്പിന് പോകുന്നു അല്ലെങ്കിൽ ലിക്വിഡേഷനൊക്കെ പോകുമ്പം അല്ലെങ്കിൽ കമ്പനി റിവൈവ് ഇതിൻ്റെയൊക്കെ നോക്കുന്നത് റെസൊല്യൂഷൻ പ്രൊഫഷണലാണ്. ഇപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണലായിട്ട് നമുക്ക് 10 ഇയർ കഴിഞ്ഞിട്ട് എക്സാം എഴുതിയാൽ നമുക്ക് ഇൻസോൾവൻസി പ്രൊഫഷണൽ ആവാൻ പറ്റും. പിന്നെ 10 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഹൈക്കോർട്ടിൻ്റെ ആർബിട്രേഷൻ ലിസ്റ്റിൽ വേണമെങ്കിൽ കയറാം, എക്സ്പെർട്ട് ആർബിട്രേറ്റർ ആവാം. അപ്പം അതും ഒരു സ്കോപ്പിലൊരു ഏരിയ ആണ്. പിന്നെ വേറെ വരുന്നത് ഇതാ ഇത്രയും വൈഡ് ഏരിയാസ് ഇതിന്റെ പുറകിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, സോ ഇതിന്റെ വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഇപ്പോൾ പഞ്ചായത്തുകൾ, ഇപ്പോൾ മുനിസിപ്പാലിറ്റി അങ്ങനത്തെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഗവർണൻസ് കോഡ് ഇറക്കിയിട്ടുണ്ട്, പഞ്ചായത്ത് രാജ് എന്നിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എങ്ങനെ മീറ്റിംഗ് നടത്താതല്ല, അവിടെ എങ്ങനെ തീരുമാനങ്ങൾ പാസ്സാക്കുക, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗവർണൻസ് കോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തൊക്കെ കുറച്ച് സ്ഥലത്ത് നടപ്പാക്കിയിട്ടുണ്ടല്ലോ, നമ്മളെ നാട്ടിലേക്കൊന്നും എത്തിയില്ല.
കാരണം വെച്ചാൽ പ്രോപ്പറായിട്ട്, കാരണം വെച്ചാൽ ഭാവിയിലേക്ക് പ്രോപ്പറായിട്ട് മിനിറ്റ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ മീറ്റിങ്ങിന് നോട്ടീസ് അയക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു ഗവർണൻസ് കോഡ് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഏതായാലും മുനിസിപ്പാലിറ്റിക്കുള്ളല്ലേ. ആവശ്യം വരുന്നൊരു പോയിന്റാണ്. ഓക്കെ, ഞാൻ വേറെ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫസൽ നേരത്തെ ബാംഗ്ലൂർ ട്രെയിനിങ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ബാംഗ്ലൂർ ആ സാറ് ആക്ച്വലി UKCS പാസ്സായിട്ട് അപ്പം UK-ലേക്ക് അവിടെ സെറ്റിൽ ചെയ്തു. പുള്ളി ഓൾ ഓവർ ഇന്ത്യയിൽ അത്യാവശ്യം ലീഡിങ് ഒരു കമ്പനി സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അതിലേറെ ലീഡിങ് അവിടെ കിട്ടും. അതും ഒരു സ്കോപ്പുള്ള ഒരു ഏരിയ. അവിടെ വേറെ കൺസേൺ ഉണ്ട്, കുറച്ചുകൂടി സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കി ചില ആൾക്കാർ കയറുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രമേൽ തെറോ ബേസിക്സ് കിട്ടുന്ന ഒരു പവർ കിട്ടുന്ന ഒരു കോഴ്സാണ് CS. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ശീലം +2 കഴിഞ്ഞിട്ട് CS-ലേക്ക് പോകുന്നു, CA-ലേക്കും CMA-ലേക്കും ഒക്കെ പോകുന്നു. എന്നാൽ അതിൻ്റെ മാർക്കറ്റിംഗ് ട്രാപ്പ് ഉണ്ട്, മാർക്കറ്റിലൊരു ട്രാപ്പ് ഉണ്ട്. ഞാൻ ട്രാപ്പ് എന്നാണ് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കോഴ്സ് മാത്രം, ഡിഗ്രി വേണ്ട, ഇത് ശരിയാണോ? ഒരു എന്ത് തോന്നുന്നു? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ യു ഷുഡ് ടേക്ക് ഡിഗ്രി. അപ്പം CS ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും CS ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ടേക്ക് ദ ഡിഗ്രി. അതായത് ഡിഗ്രി കോഴ്സിന് ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻസ് ഒരുപാട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻസ് ഒരുപാടുണ്ട്. ഇതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു സമ്മപ്പാണ്. ഇപ്പം നമ്മളെ ഇതിലേക്ക് നമ്മളെ എഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞ് CS എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. പക്ഷേ അത് എഡീഷണൽ നോളേജാണ്. ഇപ്പോൾ ഡിഗ്രി ലെവൽ ഓഫ് നോളേജ് എങ്കിലും ഈ CS-ന് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ CS ചെയ്യുന്നത്. അപ്പം എനിക്ക് ഡിഗ്രിക്കും PGക്കും ചെയ്തിരുന്ന നോട്ട്സ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് CS ചെയ്യാനായിട്ട്. ഞാൻ ശരിക്കും നമുക്കൊരു ബേസ് വേണം. ഇപ്പോൾ +2 എന്ന് പറയുമ്പം നമ്മൾ വളരെ ഒരു ലൈറ്റ് നോളേജ് ടു ദ കോമേഴ്സാണ് നമുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ CS ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പാരൻസിന് വളരെ നിർബന്ധമായിരുന്നു യു ഷുഡ് ടേക്ക് ഡിഗ്രി കഴിഞ്ഞപ്പം ടേക്ക് PG. ഓക്കെ, അപ്പോൾ PGയും കഴിഞ്ഞിട്ട് കാര്യം ആഡ് ചെയ്യാനുള്ളത്, സയൻസ് ഡിഗ്രി സയൻസ് ഉണ്ട്, ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് CS പറ്റില്ല എന്ന് ഒരിക്കലും കരുതരുത്. കാരണം അത് മിഥ്യാധാരണയാണ്. കാരണം സയൻസ് ഉള്ളവരാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് CS ആയി. അത് പറയാനുള്ളത്, അവരുടെ വൈഫ് M.Tech കഴിഞ്ഞിട്ടാണ് CS എടുത്ത്. ഇവിടെ BSc മാത്സ് ആയിരുന്ന ഒരാളാണ് CS ആയത്. എന്തോന്ന് ആഡ് ചെയ്യാൻ വന്നിരുന്നു? അല്ല, ഇതിലിപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CS ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് എടുക്കതല്ല, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു ഇഗ്നോൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ MOU ഉണ്ടല്ലോ ICSI-ൻ്റെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ CS ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇഗ്നോൻ്റെ ഡിഗ്രി കിട്ടുമല്ലോ. പാസ്സാവാതെ തന്നെ നമുക്ക് ഡിഗ്രി അഥവാ കുറച്ച് പേപ്പർ എഴുതിയാൽ മതി, അത്രയും 3 വർഷമൊന്നും പോകേണ്ട ആവശ്യമില്ല. അതേപോലെ CS ക്വാളിഫൈ ചെയ്യുന്നതോടെ തന്നെ ഇഗ്നോൻ്റെ M.Com കിട്ടുമല്ലോ, അവിടെ ഒരു 4 പേപ്പർ എഴുതിയാൽ മതി. അപ്പോൾ ആ ഒരു MOU ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ചെയ്യാനും സുഖമാണതല്ല. ഞാൻ വേറൊരു ചോദ്യം ഇട്ടോട്ടെ ഡാനിഷർ. നമ്മളിങ്ങനെ വല്ലാതെ പോകുമ്പോൾ ആൾ വല്ലാതെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചോദ്യം അങ്ങോട്ട് കൊടുക്കാൻ തോന്നി. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, CS ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് CS സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 35 കഴിഞ്ഞ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. ആർക്കും പറ്റും. അതിനൊരു എൻട്രി ഓഫ് ഏജും എക്സിറ്റ് ഓഫ് ഏജും അങ്ങനെ ഒന്നുമില്ല. എക്സിറ്റ് ഓഫ് ഏജ് തീരെ ഇല്ല. ഭയങ്കര വണ്ടർഫുൾ പ്രൊഫഷനാണ് അല്ലേ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ. ഓക്കെ, അല്ലെ നമുക്ക് ജീവിതകാലം മൊത്തം നമുക്ക് വർക്ക് ചെയ്യാം, എന്ത് ചെയ്യും. ഭയങ്കര ഒരു പ്രോസ്പെറസ് ആണ്, റിട്ടയർമെന്റ് ഇല്ലാത്തൊരു മേഖലയാണ്. ഇതിലൊരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റിട്ടയർമെൻറ്റ് പറഞ്ഞ ഇതിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എംപ്ലോയ്മെൻറ്റിന് പോകാം, പ്രാക്ടീസ് ചെയ്യാം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് അഡ്വൈസറി ആയിട്ട് നമുക്ക് നിൽക്കാൻ എന്നുള്ളത്. അപ്പോൾ എത്ര വയസ്സ് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്വൈസറി എന്നുള്ള ലെവലിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് ഏജ് ഇല്ലല്ലോ. ശരിക്കും നമ്മൾ ഈ സൈനിങ് അതോറിറ്റിക്ക് കാലാവധി ഒന്നുമില്ല. ഇല്ല. ഓക്കെ, അതൊരു ബ്യൂട്ടി തന്നെയല്ലേ ശരിക്കും. ഈ ഒരു കോഴ്സിന്റെ ഒരു ഭയങ്കര ഒരു സെക്യൂരിറ്റിയും കൂടെ അല്ലേ? അതെ, സെക്യൂരിറ്റിയാണ്. അത് മാത്രമല്ല, ഇപ്പം ഇത് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർലമെൻറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുള്ള ആക്ടിൻ്റെ പ്രകാരം വന്നിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അപ്പം അവിടെ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം അത് നിലനിൽക്കുന്നുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ തരാം. AI വല്ലാണ്ട് വന്ന് കളിക്കുന്ന ഒരു സന്ദർഭമാണ്. ഒരു CS-കാരനെ AI റീപ്ലേസ് ചെയ്യും? ഇല്ല, ആക്ച്വലി ഇപ്പം നമ്മളിപ്പം ഞാൻ ഇപ്പോൾ ചാർട്ടേഡ് സെക്രട്ടറി ആയിരുന്നു പറഞ്ഞല്ലോ, അവിടെ ക്ലാസ് നടക്കുന്ന മൊത്തം AI-ൻ്റെ ക്ലാസ്സാണ്. AI-ൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ AI പഠിപ്പിക്കല്ല അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഒരു കമ്പനിക്ക് AI പോളിസി എങ്ങനെ ഉണ്ടാക്കാം, എംപ്ലോയീസ് AI എന്തൊക്കെ ഇവിടേക്ക് ഇനി വരും, ഇപ്പം തന്നെ വരും. അവിടെ AI ആക്ട് വന്നു, യൂറോപ്യൻ യൂണിയൻ്റെ AI ആക്ട് വന്നു, ഇന്ത്യയിലും അത് വരും. അപ്പം ഒരു എംപ്ലോയി ആണെങ്കിൽ AI-ൽ എന്തൊക്കെ ഡാറ്റയെ കൊടുക്കാൻ പാടുള്ളൂ,
അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് AI ഉപയോഗിക്കാൻ പാടുള്ളൂ എംപ്ലോയീസിൻ്റെ, ഇനിയിപ്പം ബാക്കി കമ്പനി പുറത്തേക്ക് ഡീൽ ചെയ്യുന്നതിൻ്റെ ആണെങ്കിലും ആ AIൻ്റെ യൂസേജിന് ഫുൾ കൺട്രോൾ അവിടെ കൊണ്ടുവരണം. നമ്മൾ ഇവോൾവ് ആയി വരും. അപ്പോൾ ആ കാര്യങ്ങൾ വേറെ കാര്യം തന്നെ സെക്രട്ടറി സ്പെഷ്യലൈസ് ചെയ്യണമെന്നാണ് അവരുടെ ഒരു ഇത്. ഇപ്പോൾ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ എൻട്രി വർക്കുകൾ റീപ്ലേസ് ചെയ്തുള്ളത്. ഈവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇതാണെങ്കിലും ഇപ്പോൾ കമ്പനി സെക്രട്ടറി ഇപ്പോൾ ഉദാഹരണത്തിൽ അഡ്വൈസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ AIക്ക് കേപ്പബിൾ ആവും. കാരണം AIക്ക് ലിമിറ്റ് ഇല്ല അവിടെ. പക്ഷെ എന്നാൽ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ എലമെൻറ്റ് വല്ലാത്തൊരു ഫാക്ടറാണ് അതല്ല. ഇപ്പോൾ വേറെ ഒന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ പ്രൊഫഷണൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI കൊണ്ട് നമുക്കൊരു നമ്മളുടെ ജോലികൾ എളുപ്പമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ഉപകാരമാണ് തരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AIനോട് മത്സരിക്കല്ല വേണ്ട, AIനെ കൂടെ കൂട്ടുകയെന്നുണ്ട്. കാരണം വെച്ചാൽ AI നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇൻ്റലക്ച്വൽ പാർട്ട് ഇതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു റീപ്ലേസ്ഡ് എന്നുള്ളതാണ് ആ ഒരു പാർട്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇപ്പോൾ AIയിൽ ഇപ്പോൾ നമുക്ക് ക്ലയൻറ്റിനെ നമ്മളെ വിളിക്കുന്ന സമയത്ത് അവർ AIയിൽ ചെക്ക് ചെയ്തിട്ടാണ് വിളിക്കുക. നമുക്കറിയാം AIയിൽ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കുട്ടികൾ +2 കുട്ടികൾ അവർക്കിപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് കൊടുത്താലേ AIയിൽ ഇട്ടാലേ ബാലൻസ് ഷീറ്റ് ഇപ്പോൾ അടുത്തൊരു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ലാസ്റ്റ് അവർ പറയും ChatGPT ഇങ്ങനെയാണ് പറയുന്നത്. അല്ല, അതിലൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ. അപ്പോൾ അതിൽ ഇപ്പോൾ അടുത്തൊരു ക്ലയൻറ്റ് വിളിച്ചതല്ല, ഒരു TDSൻ്റെ ഒരു ഡൗട്ട് വെച്ചിട്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ടെക്നിക്കൽ സർവീസാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ അത് AIയിൽ ചെക്ക് ചെയ്തു, ജെമിനി പ്രോയിലാണ് ചെക്ക് ചെയ്തത് പറഞ്ഞു. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇത് എത്രയുണ്ട് TDS എന്ന് ചോദിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കറിയാം, ഞാൻ അതിന് മുന്നേ വെറുതെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് 10% എന്ന് പറഞ്ഞു പറയുന്നില്ല. പക്ഷേ 10% അല്ല, പിന്നെ ലിമിറ്റ് 30,000 എന്ന് പറയുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്താണ്, ഒരുപാട് അപ്ഡേറ്റ് ആവാനുണ്ടല്ലോ. പക്ഷെ ഭാവിയിൽ അതൊക്കെ ഈസി ആവുമല്ലോ. ഇപ്പോൾ അവർ പിച്ച് വെച്ച് നടന്നിട്ടുള്ളൂ. ഏത് കണ്ടീഷനിലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയും ഫ്ലക്ച്വേഷൻ നമ്മുടെ ലോസിൽ വരുന്നുണ്ട്. അല്ല, പക്ഷെ അത് വേറെ ഒന്നുണ്ട്. അല്ല AIയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ AIയിൽ ഇപ്പോൾ ഭാവിയിലേക്ക് അതെങ്ങനെയാലും അത് റിക്കവർ ആവും. കാരണം വെച്ചാൽ അത് ഫാസ്റ്റ് ലേണിംഗ് ആവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ AIൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ്. ഇനിയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ AI റീപ്ലേസ് ചെയ്യുന്നില്ല, AI ഉള്ള പ്രൊഫഷനും AI ഉപയോഗിക്കാത്ത പ്രൊഫഷനും AI ഉപയോഗിക്കുന്ന പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമായിരിക്കും. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുക വേണ്ടതല്ല, നമ്മളതിനെ മാറ്റി നിർത്തല്ല വേണ്ട. AI ആവശ്യമുള്ള സംഗതി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എനിത്തിങ് ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ ഒരു CS കടന്നു വരുന്ന ഒരു ഫാമിലി, ലൈക്ക് ഒരു പാരൻറ്റ്, ഓക്കെ, നമ്മൾ ബാക്കി വിദ്യാർത്ഥികളൊക്കെ അഡ്രസ്സ് ചെയ്തു, അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, ലൈക്ക് അവരോട് കൂടെ എന്ത് പറയാനുണ്ട്, അതും കൂടെ വെച്ചിട്ട് നമുക്കൊരു സമ്മപ്പിലേക്ക് പോകാം. യെസ്, ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ആക്ച്വലി സ്റ്റുഡൻസ് ഇപ്പം മേ ബി 1-2 തവണ ഫെയിലായി കഴിഞ്ഞാൽ മേ ബി ഫാമിലി ഇപ്പം ഫാദറോ മദറോ പറയുകയാണ് ഇതിപ്പം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, നിർത്ത്, അടുത്ത കോഴ്സ് ജോയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ നിർത്തി. ഇപ്പം ഫാമിലി സപ്പോർട്ട് അത്യാവശ്യം ടഫുള്ള, ഏത് പാർട്ടിലൊക്കെ ഫാമിലി സപ്പോർട്ട് വേണ്ടി വരും? ഫാമിലി സപ്പോർട്ട് അത്യാവശ്യം മേ ബി ഫെയിലിയർ ഫേസ് ചെയ്യും ഫസ്റ്റ്. മേ ബി ഇപ്പം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മേ ബി സ്റ്റാർട്ടിങ് ഘട്ടത്തിൽ ഫെയിലിയർ ഫേസ് ചെയ്യാം. അപ്പം നമ്മളത് വീണ്ടും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പാസ്സാവും. അപ്പോൾ ആ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മേ ബി സ്റ്റുഡൻസ് ഡ്രോപ്പ് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, അതിൽ ഞാൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലി അധികം സമയത്ത് കമ്പയർ ചെയ്യാറ്. ഇപ്പോൾ എന്നാൽ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പ്രായത്തിൽ ലിമിറ്റില്ല പറഞ്ഞില്ലേ. അപ്പോൾ അധികം ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലപ്പുറം നമ്മൾ എടുക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവരിത് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് ഗൾഫ് കയറാമെന്നുള്ള. അപ്പോൾ ഗൾഫ് കയറി കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു ആവറേജ് ഒരു 50 അല്ലെങ്കിൽ 60 എന്നുള്ള സാലറി അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് കൂടുതൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ മലപ്പുറത്താണ് വരുന്നതല്ല, തിരൂരാണ്. അപ്പോൾ നമ്മളെ കൂടുതലുള്ള എല്ലാവരും ഇതിന് ഓൾറെഡി അധ്വാനിച്ച് അവർ സാലറി വാങ്ങിക്കുന്നുണ്ട്, അവർ പഠിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ കൂടും. പക്ഷേ എൻ്റെ ഫാമിലി സെക്രട്ടറിന്ന് ഞാൻ പറഞ്ഞ ബ്രദർ ആ കാര്യത്തിൽ പുള്ളിക്ക് അത്യാവശ്യം വിഷനുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി എങ്ങനെയാലും അതിൽ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ല. പുള്ളിനോട് പറഞ്ഞാൽ വെച്ചാൽ എനിക്കിന്ന് കോംപ്ലക്സ് വന്നിരുന്നത്, എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്ത് ഏൺ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ പുള്ളി അപ്പോഴും പറയുന്നത് വെച്ചാൽ നീ പഠിക്കുന്നു, നിനക്ക് പഠിക്കാനുള്ള സമയം എന്നുള്ള പറഞ്ഞത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് അവിടെ വേണമല്ല, ഭയങ്കരമാണ്. കാരണം ഇതൊരു ട്രെൻഡ് സെറ്റർ ആണ് ഗൾഫ് പോവാന്നുള്ളത്. അപ്പം നമ്മളൊപ്പം പഠിച്ചവരൊക്കെ അവിടെ നല്ല ജോലി ചെയ്യുമ്പോൾ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഒരു ഗൾഫിൽ അക്കൗണ്ടൻ്റായിട്ട് 2 ഓപ്പർച്യൂണിറ്റി വന്നു. അത് ഫാമിലിയോട് ചോദിക്കുമ്പോൾ ഫാമിലി പറയുന്നത് വേണ്ട, നീ ഇപ്പം തന്നെ പഠിച്ചാലേ കിട്ടുള്ളൂ. ആ സപ്പോർട്ട് ഭയങ്കര. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അക്കൗണ്ടൻ്റായിട്ട് ഗൾഫിൽ പോയതല്ല, അയാൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ അക്കൗണ്ടൻ്റ് തന്നെ പിന്നെ അയാൾക്ക് നാട്ടിൽ വരാനുള്ളൊരു സ്കോപ്പില്ല, അയാൾക്ക് ചോയ്സ് ഇല്ല. അയാൾക്കൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ സാലറി നേരെ താഴോട്ട് പോയതല്ല, അപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഓപ്ഷനാണ്.
അയാൾക്ക് ഈവൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോവാം. അപ്പോൾ പാരൻസ് കൊടുക്കേണ്ട സപ്പോർട്ട് ഈ ഒരു മിസ്കൺസെപ്റ്റുകളുടെ കമ്പാരിസൺ ഇതൊക്കെ ഇല്ലാതിരിക്കുക, പിന്നെ എക്സാം ഫെയിലിയർ സമയത്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ. പക്ഷേ മേക്ക് ഷുവർ അവർ പഠിക്കുന്നുണ്ടെന്ന് നോക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അതല്ല, സമയം ചിലവഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയാൻ വന്നൊരു പോയിന്റ്, ഈ പഠിക്കുന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പാരൻസിന് കയ്യിലൊന്നുമില്ല. അല്ല, അതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, പാരൻസ് എപ്പോഴും എന്താണ് ഒരു കുട്ടീനെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ആക്കുമ്പോൾ, സ്റ്റാർട്ടിങ് ആക്കുമ്പോൾ എന്തായാലും പാരൻസ് അവിടെ വലിയ റോള് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസോ ഒരു ഇൻറ്റീരിയറോ നോക്കി ഒരിക്കലും ചേർത്തരുത്. അവിടെ പഠിച്ച ഏതെങ്കിലും കുട്ടീനോട് പറ്റുകയാണെങ്കിൽ അവിടെ എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടേ കയറ്റാൻ പാടുള്ളൂ. കാരണം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പല കുട്ടികളും വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഒന്നും ആവാതെ, അതായത് ആ കുട്ടീൻ്റെ ദോഷമായിരിക്കില്ല, പക്ഷെ അങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ആ ആംബിയൻസോ അല്ലെങ്കിൽ ആ ഇൻറ്റീരിയർ നോക്കിയിട്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, ചേർക്കരുത് ഒരിക്കലും. ഒരു പോയിന്റാണ് പറഞ്ഞത്. കാരണം നമ്മളൊരു ഡിജിറ്റൽ വേൾഡിലാണുള്ളത്, എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ എല്ലാം സുലഭമാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ പോലും അതിൻ്റെ പ്രൊമോഷൻ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹെവി ഒക്കെ നമ്മളതിൽ വീണു പോകും. സോ അതിനകത്ത് അവിടെ പഠിച്ച കുട്ടികളുടെ ഒരു എക്സ്പോഷർ തന്നെ ആയിരിക്കണം, ക്വാളിഫൈ ചെയ്തവരുടെ പ്ലേസ്മെൻ്റ് ഒക്കെ തന്നെ ആയിരിക്കണം. ഓക്കെ ഫൈൻ. ഇനി ഇതിലൊരു പാർട്ട്, ഞാൻ മറ്റുള്ള കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസീവ് പോലും അല്ല അല്ലേ. ഓ MBBS മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ പല കോഴ്സുകളും നോക്കുമ്പോൾ സയൻസ് മേഖല 10 lakh 20 lakh 25 lakh 75,000 മാത്രമേ ഉള്ളൂ CS പഠിക്കാൻ. കോച്ചിങ് സെന്റേഴ്സ് വലിയൊരു എമൗണ്ട് ഫീസ് ഒക്കെ വാങ്ങിച്ചു. തീർച്ചയായിട്ടും അതനുസരിച്ചാണ് അതിന്റെ മാറ്റം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റൈറ്റ്. അതായത് അതൊരു അമിതമാവേണ്ട സാഹചര്യം ഇല്ല ഈ കോഴ്സുകൾക്കൊന്നും. ഫീസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിനുള്ള കിട്ടണം അവർക്ക്. നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ എല്ലാ ഓപ്ഷൻസും അവർക്കുണ്ട്. പക്ഷെ നല്ല പ്രോപ്പർ ഗൈഡൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടേണ്ട കേസുകളും ഉണ്ട് അതല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാന്നുള്ള, സെലക്ട് ചെയ്യാന്നുള്ള. അത് മിസ് ഗൈഡൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, +2 കഴിഞ്ഞിട്ട് +2 അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്നിട്ട് നിങ്ങളൊരു എൻട്രൻസ് എക്സാം എഴുതിക്കുന്നു, നിങ്ങൾ ഇതിലേക്ക് ക്വാളിഫൈ ചെയ്തു പറഞ്ഞിട്ട് അവരതിലേക്ക് നേരിട്ട് കയറ്റുകയാണ്. പാരൻസും അവെയർഡ് അല്ല ഇതെന്താണ് കോഴ്സ്, ഇവരിപ്പോൾ ഇതിന്ന് നേരിട്ട് പോയി ഒരു എൻട്രൻസ് എഴുതി എൻ്റെ മോള് പാസ്സായി, ഓക്കെ, അപ്പം അവർ ഇപ്പോൾ MBBSനൊക്കെ ചെയ്യുന്ന പോലെ ഒരു എൻട്രൻസ് എഴുതി പാസ്സായി, അവർക്ക് ഇനി ആ കോഴ്സ് പഠിക്കാം, അങ്ങനെ ഒരു സംഗതിയാണ് പോണേ. ആസ് ഐ സെഡ് ഏർലിയർ, ചാപ്റ്റർ എന്നൊരു കാര്യത്തിനെ കുറിച്ച് പല കുട്ടികളും അറിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ചാനൽ അറിയില്ല. ആൻഡ് ഓൾസോ ഇപ്പം എല്ലാം അവൈലബിളാണ്, ഫോൺ നമ്പേഴ്സ് വരെ. ആൻഡ് യു നോ, ചില കുട്ടികൾ നേരിട്ട് പ്രസിഡന്റിനെ വരെ വിളിച്ചിട്ടുണ്ട്, ICSI പ്രസിഡന്റിനെ വരെ വിളിച്ച്. അവർക്ക് ഒരു പ്രോട്ടോകോൾ ഇല്ല, എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നില്ല. അവരെ നേരിട്ട് ചോദിക്കുക എന്താ ഈ കോഴ്സിനെ കുറിച്ച്, അങ്ങനെയൊരു തോട്ടാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ആരും ഒരു പേടിയില്ല, റെസ്പെക്റ്റ് ഇല്ല. അതാണ് മെയിനായിട്ട് വേറെ ഇത് വരുന്നത്. അവർക്ക് പ്രോട്ടോകോൾസും ഇല്ല. അതാണ് ദാറ്റ്സ് എ തിങ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കുന്ന ജസ്റ്റ് ലാസ്റ്റ് ഒരു പോയിന്റ് എൻ്റെ മൈൻഡിലേക്ക് വന്നത്, ഈ കുട്ടികളൊക്കെ ഇപ്പോൾ എക്സിക്യൂട്ടീവ്, നമ്മളെ CS എക്സിക്യൂട്ടീവ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 21 days ട്രെയിനിങ്, 21 months ട്രെയിനിങ്. ഓക്കെ, ഹൗ മച്ച് ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ്? ഇപ്പോൾ ഭയങ്കര ഡിബേറ്റ് നടക്കുന്നുണ്ട് CSCMA വേൾഡിലൊക്കെ. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട്, മീൻസ് നമ്മുടെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്രെയിനിങ് പാർട്ട്, ഹൗ യു തിങ്ക് അബൌട്ട് ദാറ്റ്? അതിൽ ഞാൻ ആക്ച്വലി ആ ട്രെയിനിങ് പാർട്ട് വളരെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞാൻ ഷെയർ ചെയ്തല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ബുക്കിൽ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ എക്സിക്യൂട്ടീവിൽ നമ്മളിപ്പോൾ ഒരുപാട് പ്രൊസീജിയർ പഠിക്കുന്നുണ്ട്. ആ പ്രൊസീജിയർ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ല. ആ ഒരു എന്താ പറയുക, തിയറിറ്റിക്കൽ നോളജ് പ്രാക്ടിക്കൽ ലെവലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന ആ ഒരു 21 monthsലേക്ക് കിട്ടുള്ളൂ അല്ല. അങ്ങനെ ഒരു 21 months ട്രെയിനിങ് ഇപ്പോൾ ഈവൻ പറഞ്ഞാൽ ഞാനൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടൻ തന്നെ ട്രെയിനിങ് പോകണതല്ല, ഫൈനൽ പാസ്സായതിനു ശേഷമല്ല. കാരണം വെച്ചാൽ ആ സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറയുമ്പോൾ നമുക്ക് ടൈം ഷെഡ്യൂൾ കുറയ്ക്കാൻ പറ്റുമല്ലോ, അതേപോലെ നമുക്ക് പ്രൊഫഷണൽ പാസ്സാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത്യാവശ്യം നല്ല പ്രാക്ടിക്കൽ നോളജും ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഇപ്പോൾ തിയറിറ്റിയിൽ പഠിക്കുന്ന ചിലപ്പോൾ മേ ബി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ മേ ബി പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്താ സംഭവം ചെയ്യേണ്ടത്, കാര്യങ്ങളെല്ലാം അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും മേ ബി പഠിക്കുക. അത് ഫൈനലിനും കൂടെ സഹായിക്കും. അതെ. പിന്നെ നമ്മൾ ഈ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ വരുന്ന നമ്മളിപ്പം ട്രെയിനിങ് ചെയ്യുമ്പം വരുന്ന കുറേ കാര്യങ്ങൾ ഒരു അറൗണ്ട് ഒരു 4 to 5 മാർക്സോളം
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഈ എക്സാമിന് ചോദിക്കും. അത് മാത്രമല്ല, നമ്മളിപ്പം ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ വർക്കിനെക്കാൾ ഉപരി നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നമ്മളുടെ ഇപ്പോൾ കൈയാണെങ്കിലും കാലാണെങ്കിലും ഒക്കെ എങ്ങനെ മൂവ് ചെയ്യണം എന്ന് വരെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഒരു ലെവൽ ഓഫ് തോട്ട് പ്രോസസ് തന്നെ വരും. കാരണം അത് ചിലപ്പോൾ നമ്മൾ CS അല്ലെങ്കിൽ CMA ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നേരിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ നേരിട്ട് പ്രാക്ടീസിങ് ആണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ പഠിക്കാൻ പറ്റുന്ന ഏക ഒരു സ്ഥലം 21 മാസം ഈ ട്രെയിനിങ് ആണ്. പിന്നെ എൻ്റെ ഒരു വ്യൂ പോയിന്റ്, ഈ എപ്പോഴും ഈ ട്രെയിനിങ്ങിന് വരുമ്പോൾ എങ്ങനെയെങ്കിലും ട്രെയിനിങ് ചെയ്ത് തീർക്കാം, അതാവരുത്. അപ്പം എംപ്ലോയ്മെൻറ്റിലുള്ള ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ യു ആർ ഡൂയിങ് ഓൺലി ദ വർക്ക് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി. പക്ഷേ പ്രാക്ടീസിങ് ഫീൽഡിൽ വരുമ്പോൾ യു ആർ ഡൂയിങ് ലോട്ട്സ് ഓഫ് കമ്പനീൻ്റെ വർക്ക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, പല ടൈപ്സ് ഓഫ് വർക്ക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ബെറ്റർ ട്രെയിനിങ് പ്രോസസ്സ് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിൻ്റെ കീഴിൽ ചെയ്ത് നോക്കണം. ഓക്കെ, സി മാം പറഞ്ഞെടുത്ത് എംപ്ലോയ്മെൻറ്റ് ഓർ ഓൺടർപ്രണർഷിപ്പ് ലൈക്ക് എന്തായിരിക്കണം? ഒരു പ്രാക്ടീസിങ് ആണോ എംപ്ലോയ്മെൻ്റ് ആണോ? ഇപ്പോൾ എൻ്റെ വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിലുണ്ടെങ്കിൽ ഏതൊരു രാത്രിയിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചാലും നമ്മൾ ആ മീറ്റിങ്ങിന് ആ ടൈമിൽ അവിടെ അറ്റൻഡ് ചെയ്യണം. അപ്പം നമ്മൾ അപ്പം അവർ ആ ഒരു ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാക്ടീസിങ് ഫീൽഡിലാകുമ്പോൾ ഐ ഫീൽ സോ ഫ്ലെക്സിബിൾ. ഓക്കെ ആൻഡ് വി ആർ സമ്മിങ് അപ്പ്. വല്ല വാക്കൻസീസും വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇഫ് യു ആർ റിക്വയർഡ് ഓഫ് എനി പ്രാക്ടീസിങ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് അതിന് ഇപ്പോഴും ഡിമാൻഡ് തോന്നുന്നുണ്ടോ? ഡിമാൻഡ്, പക്ഷേ സപ്ലൈ കുറവാണ്. സപ്ലൈ കുറവാണ്, ഇപ്പോഴും ആളെ കിട്ടുന്നില്ല. ഇത് കോമ്പറ്റന്റ് ആളുകളെ കിട്ടുന്നില്ല. കോമ്പറ്റന്റ് അല്ല, ആളെ കിട്ടുന്നില്ല. മാർക്കറ്റിൽ ഷോർട്ടേജ് ആണ്, ഇപ്പോഴും ഷോർട്ടേജ് ആണ്, ഡിമാൻഡഡ് ആണ്. സോ താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മൾ നല്ലൊരു വണ്ടർഫുൾ ഡിസ്കഷൻ ആണ് ആൻഡ് മച്ച് വാല്യുബിൾ ഫോർ യുവർ ടൈം. ഭയങ്കര ബിസി ഷെഡ്യൂൾസിന് ഇടയിലാണ് നിങ്ങൾ 4 പേര്. ആൻഡ് മച്ച് ഹാപ്പീസ് ദാറ്റ് യു ആർ റെപ്രസെൻറ്റിംഗ് DSG. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, പാർട്ട്നേഴ്സാണ്, ഒരുമിച്ച് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിഷ് യു ആൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഓൾസോ. താങ്ക് യു ഫോർ joining. Thank you. Okay, thank you.